കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ പാലക്കാട് സംസാരിക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ അന്ന് നമ്മുടെ ഒരു കുടുംബയോഗത്തിൻ്റെ ഭാഗമായാണ് സംസാരിക്കേണ്ടത് എന്ന ഒരു ധാരണ എനിക്കുണ്ടായിരുന്നില്ല. അത് പിന്നെയാണ് മനസ്സിലായത്. അതനുസരിച്ച് ഞാൻ ഒരു ഞായറാഴ്ച ദിവസം ഒരു കുടുംബയോഗത്തിൽ സംസാരിക്കേണ്ടത് വാസ്തവത്തിൽ വലിയ എന്താ പറയുക, വളരെ ഗഹനമായ കാര്യങ്ങൾ, വളരെ ഉഷ്ണിച്ച് കഷ്ണിച്ചൊക്കെ പറയേണ്ട കാര്യങ്ങൾ പറയാൻ പറ്റിയ ഒരു അന്തരീക്ഷമല്ല ഒരു കുടുംബയോഗത്തിൽ സാധാരണ ഉണ്ടാവുക. അല്ലെങ്കിൽ അങ്ങനെ ആവരുതെന്നും കൂടി ഉണ്ട് തോന്നുന്നു. അങ്ങനെ എല്ലാവരെയും നമ്മൾ നിർബന്ധമായി പിടിച്ചിരുത്തി കുട്ടികളടക്കം ഇങ്ങനെ വളരെ കൃഷിച്ച് വളരെ വിഷമിച്ച കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും പ്രയോജനരഹിതമാണെന്ന് പോലും എനിക്ക് തോന്നുന്നുണ്ട്. അതനുസരിച്ച് ഞാൻ എൻ്റെ പ്രസൻറ്റേഷൻ ഒന്ന് മാറ്റി. ഇന്ന് ഞാൻ വിചാരിക്കുന്നത് ഒരു കവിത വായിക്കാമെന്നാണ്. അവസാനം അങ്ങനെ തീരുമാനിച്ചു. അപ്പോൾ ഒരു വൈലോപ്പിള്ളിയുടെ ഒരു കവിതയുണ്ട്, കൃഷ്ണാഷ്ടമി എന്നാണ് അതിൻ്റെ പേര്. ഞാൻ വിചാരിക്കുന്നത് നമ്മളിന്ന് പറയാൻ വിചാരിക്കുന്ന വിഷയം, ഈ മതാനുഭവവും മതാവേശവും എന്ന വിഷയം ഭംഗിയായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കവിതയാണ് കൃഷ്ണാഷ്ടമി. ആ കവിത വായിക്കുന്നതിലൂടെ നമുക്ക് ഈ വിഷയത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. പൂർണ്ണമായി അല്ല, ആ കവിത അനുവദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കണം. സമയം നമുക്ക് അത്രയും ഉണ്ടാവില്ല. വാസ്തവത്തിൽ വളരെ ദീർഘമായ ഒരു ഈ റിലീജിയസിറ്റി ഡാർവിൻ എന്ന് പറഞ്ഞ് ഒരു വലിയ ഒരു പ്രസൻറ്റേഷൻ ഒരിക്കാൻ ഒരു 3 മണിക്കൂർ നീളുന്നൊരു പ്രസൻറ്റേഷൻ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് ഈ കവിതയിലൂടെ പറയാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് 1958 വൈലോപ്പിള്ളി എഴുതിയിട്ടുള്ള കവിതയാണ്. വളരെ വേറൊരു കാലത്തിൻ്റെ കവിത തന്നെയാണ്. 1958 എഴുതിയിരിക്കുന്നത്. ഇന്നും ഈ മതാനുഭവത്തെക്കുറിച്ചും മതാവേശത്തെക്കുറിച്ചും ആലോചിക്കുമ്പോൾ കുറേ ഉൾക്കാഴ്ചകൾ തരുന്ന ഒരു കവിതയാണത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മതാനുഭവം ഒരുപക്ഷെ ഏറ്റവും തീവ്രമായിരിക്കുന്നത് അനിശ്ചിതത്വത്തിൻ്റെയും ഭീഷണികളുടെയും ഒക്കെ ഇടയിലാണ്. പലപ്പോഴും മതം ഏറ്റവും പൂത്തുലിയുന്നത് തടവറകളിലാണ്, ജയിലുകളിൽ. ഇതൊരു ജയിലിലാണ്. ഈ കൃഷ്ണാഷ്ടമി എന്ന കവിത ഒരു ജയിലിൻ്റെ പശ്ചാത്തലത്തിലാണ്. അതായത് ഒരു മുഗൾ കാലത്തിലൊക്കെ ഒരു ചക്രവർത്തി ഭരണത്തിൽ ജയിലിൽപ്പെടുന്ന ചില ആൾക്കാരുടെ ഒരാളുടെ അനുഭവ വിവരണമാണ് ഈ കവിത. ഇന്നും അങ്ങനെയാണ്. ഇന്നും ജയിലുകളിലും പീഡനം നടക്കുന്നിടത്തുമൊക്കെ നമുക്ക് കാണാം മതം വളരെ ശക്തമായും വളരെ അഗാധമായും പ്രവർത്തിക്കുന്നതായി കാണാം. There are no atheists in folk souls എന്ന് പറയുന്നത്. അതായത് വലിയ എക്സ്ട്രീം സ്ട്രെസ് ഉണ്ടാവും, പേടി ഉണ്ടാവുന്ന സമയം, യുദ്ധത്തിൻ്റെ സമയങ്ങളിലൊക്കെ എല്ലാവരും വിശ്വാസികളാണ്. ആ സമയത്ത് ആരും അവിശ്വാസി ഇല്ല എന്നാണ് പറയുക. തുടങ്ങുന്നത് ഇങ്ങനെയാണ് ആ കവിത തുടങ്ങുന്നത്. നല്ലൊരു നീതിമാനാണേ സാക്ഷാൽ ദില്ലിയിൽ വാഴുമീ ഷാഹൻഷാ. ഷാഹൻഷാ ചക്രവർത്തി. തെണ്ടി നടപ്പതിനങ്ങോരെന്നെ കൊണ്ടു തുറുങ്കിനകത്താക്കി. നല്ലൊരു നീതിമാനാണേ സാക്ഷാൽ ദില്ലിയിൽ വാഴുമീ ഷാഹൻഷാ. ചെറ്റും പോംവഴിയില്ലാത്തോർക്കിഹ കൊറ്റും പായും സൗജന്യം. കൂടിയ പുള്ളികളാണ ജയിലിൽ കൂടിയതൊറ്റ മുറിക്കുള്ളിൽ. അതിൽ വന്ന ആൾക്കാരുടെ വിവരണമാണ്. ഇത്രയും ആൾക്കാർ ഒരു ജയിലിൽ കുടുങ്ങിയിരിക്കുകയാണ്. ആരൊക്കെയാണെന്ന് പറയുന്നത്?
കെട്ടിയ പെണ്ണിന്നവാൽ സ്വൈരം കെട്ടു നഗരിയിൽ വന്നെത്തി. ഒട്ടുപകലിൽ ഇരന്നും രാവിൽ കട്ടുമലഞ്ഞിടുമീ ഞാനും. അയാളാണ് ഈ പറയുന്ന ആൾ. അയാളുടെ തൊഴിൽ ഇതാണ്. രാത്രി കളിക്കുക, പകലെ ഇരക്കുക, അങ്ങനെ നടക്കുന്നൊരു മനുഷ്യൻ. സമൂഹത്തിൻ്റെ ബഹിഷ്കൃതരായ, പരിഷ്കൃത സമൂഹത്തിന് യോഗ്യരല്ലാതാണ്, പുറന്തള്ളപ്പെട്ട മനുഷ്യരാണ്. ഇവരൊക്കെ പിടിച്ച് ജയിലിലടക്കാൻ, സംസ്കാരത്തിന് യോജിക്കാത്ത ആൾക്കാരായി, അപകടകാരികളായ ആൾക്കാർ. അവർ കക്കും, പല സാമൂഹ്യ വിരുദ്ധമെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവർ പിഴച്ചു പോകുന്നത്. അപ്പോൾ അവരെ പരിഷ്കൃത ലോകത്തിന് യോജിക്കാത്ത ഈ ആൾക്കാരെ ചക്രവർത്തി പിടിച്ച് ജയിലിട്ടിരിക്കുക. ഗുസ്തിയിൽ തോറ്റാരോടും കലഹത്തിനു നിൽക്കും റാം സിംഗും. കൊത്തുവാൾ ചേരികൾ തോറും മാനം വിറ്റു നടക്കും മീനായും. മീന എന്നൊരു സ്ത്രീ, വേശ്യയാണ്. ചൂതുകളിക്കാരോടിടകൂടി ചുറ്റും പയ്യൻ രാജീവും. വശ്യമരുന്നുകൾ വിൽക്കും തെക്കനും നൊസ്സു പിടിച്ചൊരു ഫക്കീറും. ഒരു സന്യാസി, ഫക്കീർ. ഉണ്ടിരു സന്യാസിമാരും. ഈ ഭക്തി പ്രസ്ഥാനത്തിൽ ഫക്കീറുകൾ മുസ്ലിങ്ങളാണ്, സന്യാസിമാർ ഹിന്ദുക്കളാണ്. വലിയ വ്യത്യാസമൊന്നുമില്ലാതെ ഈ സന്യാസ പാരമ്പര്യം തുടരുന്ന ആൾക്കാർ നോർത്ത് ഇന്ത്യയിൽ വിശേഷിച്ചും ധാരാളമുണ്ട്. ഉണ്ടിരു സന്യാസിമാരും അവർക്കോ ശുണ്ഠി കലർന്നൊരു ഗാംഭീര്യം. ചുണ്ടിൽ അഭംഗുരമായൊരു മൗനം, മുണ്ടിനരക്കൊരു കൗപീനം. ഇത്ര ആൾക്കാരാണ് വർണ്ണിച്ചത്, ഇത്ര ആൾക്കാരാണ് ജയിലിരിക്കണം. മനസ്സിലായല്ലോ? കൂടിയ പുള്ളികളാണ്. ഒറ്റമരത്തിൽ കുരങ്ങുകൾ അങ്ങനെയൊത്തു ഞങ്ങൾ തുറുങ്കറയിൽ. എല്ലാവരും ഒരു മരത്തിലെ കുരങ്ങന്മാരെ പോലെ ആ ജയിലിനകത്ത് കൂടുകയാണ്. സമകാലീനമായ ഒരവസ്ഥയിലേക്ക് ഞാൻ വെറുതെ ഒന്ന് കണ്ണോടിക്കാണ്. ഒരു ഏരിയയൊക്കെ തന്നെ ഇതേപോലെ വലിയ ജയിലായി കഴിയുന്ന ഒരു കാലത്തിൻ്റെ പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അന്താരാഷ്ട്ര രംഗത്ത് ഇപ്പം ഗാസ, അതൊരു ഒരു ജയിലാണ് എന്ന് പറയും. ഏറ്റവും വലിയ ഓപ്പൺ എയർ പ്രശ്നം എന്ന് പറയും. കാരണം അവിടെ ഇതുപോലെ പലപ്പോഴും കുഴപ്പക്കാരായിട്ടുള്ള ആൾക്കാർ എന്ന് മുദ്രകുത്തപ്പെട്ട് അവരെ കുഴപ്പമുണ്ടാക്കാതിരിക്കാൻ വേണ്ടി ജയിൽ അടച്ച് ഒരു സമൂഹം പുറന്തള്ളപ്പെട്ട് കഴിഞ്ഞുകൂടുന്ന ആൾക്കാരുണ്ട്. ഇത് ഗാസയുടെ മാത്രം കഥയല്ല, ഇപ്പോഴും ആവർത്തിക്കുന്നു ഞാൻ പറയുന്നത്. അതായത് ഇത് നമ്മൾ ഒരു കഥ, ഒരു മനുഷ്യ കഥ, ഇത് കേവലമായ ഒരു ജയിലിൽപ്പെട്ട ഒരു റാം സിംഗിൻ്റെയോ മീനയുടെയോ രാവിൽ കട്ടുമലഞ്ഞിടുന്ന ഒരു മനുഷ്യൻ്റെയോ മാത്രം കഥയല്ല. ഈ കഥ ജയിലുകളിൽ പെട്ടുപോകുന്ന എല്ലാ മനുഷ്യരുടെയും കഥയാണ്. അവർ മതത്തെ എങ്ങനെ കാണുന്നു? നമ്മൾ കാണുന്നു ഇപ്പോൾ ഗാസയിൽ മതം വലിയൊരു ശക്തിയാണ്. അവിടെ ഭരിക്കുന്നത് തന്നെ മതമാണ്, ഹമാസാണ് ഭരിക്കുന്നത്. എന്തൊരവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള മത അനുഭവങ്ങൾ ജയിലുകളിലുള്ള ആൾക്കാരിൽ ഉണ്ടാവുന്നത് എന്നാണ് നമ്മൾ കാണാൻ ശ്രമിക്കുന്നത്. അത് ആ ഒരു ഡയമെൻഷൻ കാണിക്കാനാണ് ഞാനിവിടെ ഗാസ എടുത്തു പറയുന്നത്. ഒറ്റമരത്തിൽ കുരങ്ങുകളെന്ന പോലെത്തി ഞങ്ങൾ തുറുങ്കറയിൽ. ദില്ലിയിൽ ഓടമണക്കുന്നോർക്ക് ഇതിനുള്ളിലെ നാറ്റം നിസ്സാരം. അവരുടെ ജീവിതം അല്ലെങ്കിൽ വളരെ വിഷമകരവും ദുഃഖകരവും ദുഷ്കരവുമൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ നിന്ന് വരുന്നവർക്ക് ജയിലാണ് ഭേദം എന്നാണ് അവർ പറയുന്നത്. വല്ലതും അഷ്ടി കീടക്കാത്തോർക്കീ കല്ലരി നല്ലൊരു സൽക്കാരം. ഒരു പരിഷ്കൃത ലോകത്തിൻ്റെ ഭരണാധിപൻ ഈ അപകടകാരികളും പുറന്തള്ളപ്പെട്ടവരുമായ മനുഷ്യരെ ഒരു ജയിലിനകത്ത് പിടിച്ചാക്കുമ്പോൾ സാമാന്യ മര്യാദക്ക് അവർക്ക് ഒരു കല്ലരിയുള്ള ഭക്ഷണവും ഒക്കെ കൊടുക്കുന്നുണ്ട്. മങ്ങലിലെന്നും മേവുന്നോർക്കി മണ്ണു വിളക്കുമലങ്കാരം എന്നും പുറത്ത് മങ്ങലാണ്. അപ്പോൾ ഈ മണ്ണ് വിളക്കായാലും കൊള്ളാം.
ദില്ലിയിലോടമണക്കുന്നോർക്കിതിനുള്ളിലെ നാറ്റം നിസ്സാരം, വല്ലതും അഷ്ടികിടക്കാത്തോർക്കീ കല്ലരി നല്ലൊരു സൽക്കാരം. മങ്ങലിലെന്നും മേവുന്നോർക്കീ മണ്ണു വിളക്കുമലങ്കാരം. ഛേദം വന്നിതു ഞങ്ങൾക്കെന്നാൽ സ്വാദു പെരുക്കും സ്വാതന്ത്ര്യം. ഇത് മാത്രമേ കുറവുള്ളൂ, ബാക്കിയൊക്കെ അവരുടെ മറ്റേ ജീവിതത്തിനേക്കാളും ഭേദമാണെന്നാണ്. അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പം സമകാലീന ചിത്രങ്ങൾ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരുന്നതാണ് ഞാൻ അവിടെ എടുത്ത് കാണിച്ചത്. ഈ ഗാസ സ്ട്രിപ്പിലേക്ക് ഇസ്രായേൽ പല സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. അവിടെ പവർ സപ്ലൈ ഇസ്രായേൽ കൊടുക്കുന്നു, അവിടെ ഡീസൽ കൊടുക്കുന്നു, ഗ്യാസ്, ഇതൊക്കെ കൊടുക്കുന്നുണ്ടെന്നാ. ഛേദം വന്നിതു ഞങ്ങൾക്കെന്നാൽ സ്വാദു പെരുക്കും സ്വാതന്ത്ര്യം. ഇതാണ് ജയിലറുകളിലെ എല്ലാ അവസ്ഥ. കാബൂളിവാല എന്നതിൽ ടാഗോർ പറയുന്നില്ല, അതിൽ കാബൂളിവാല അമ്മായിയപ്പൻ്റെ വീട് എന്നെങ്ങാണ്ടാണ് പറയാ ജയിലിന്. ഇസ്രായേൽ സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റി ടു ഗാസ. അത് ഇതൊക്കെ ചില സമാനതകളുണ്ടെന്ന് പറയാൻ വേണ്ടി പറഞ്ഞു മാത്രം. എന്നാൽ ദില്ലിയിൽ വാഴും മന്നോർ മന്നനുമുണ്ടോ സ്വാതന്ത്ര്യം, മാനം മുട്ടും കൊട്ടാരത്തിൻ മാതിരി ഏതൊരു ജയിലുള്ളൂ എന്ന് ഇയാൾ തന്നെ പറയുന്നു. സ്വയം ജയിലിനകത്ത് ഇരിക്കുമ്പോൾ പോലും അയാൾ പറയാണ്, ഞങ്ങളെ ഈ ജയിലിനകത്ത് പിടിച്ചിട്ട് രാജാവ് തന്നെ വാസ്തവത്തിൽ ചക്രവർത്തി തന്നെ വലിയൊരു ജയിലിനകത്താണ്. ഇതൊരു വൈപരീത്യമാണ്. ഈ അപകടകാരികളൊക്കെ നമ്മളൊരു ഈ സമൂഹം ഒരു ജയിലിലേക്ക് തള്ളുമ്പോൾ അവരുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ആലോചിച്ചാണ് ഇത് ചെയ്യുന്നത്. എന്നാലും ഇരിക്കുമ്പോൾ സമാധാനമില്ല, പിന്നെയും പ്രശ്നങ്ങളുണ്ടാവും. ഇത് നമ്മൾ ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള കൊട്ടാരങ്ങളിൽ രാജാവ് ജനങ്ങൾക്ക് ദർശനം കൊടുക്കുന്ന സ്ഥലമാണിത്. എത്ര ഹൈറ്റിലാണ് നോക്കുമോ, ആൾ വളരെ താഴെയായിരിക്കും നിൽക്കുന്ന ആൾക്കാർ. ഇത് അയാളുടെ പ്രതാപം കാണിക്കാൻ വേണ്ടി മാത്രമല്ല, ഒരു വാളെടുത്ത് വെട്ടുകയോ ഒക്കെ ചെയ്താൽ രാജാവിന് കൊള്ളാൻ പാടില്ല, അത്രയും ഉയരത്തിലാണ് ഇരിക്കും. ചില ദിക്കിലൊക്കെ വളരെ ഉയർന്ന മട്ടുപ്പാവിൽ മാത്രമാണ് ഈ വിദേശ പ്രതിനിധികളൊക്കെ കാണുള്ളൂ. വേറെ രാജാവിൻ്റെ പ്രതിനിധികളൊക്കെ കാണുന്നത് വളരെ ഉയർന്ന മട്ടുപ്പാവിലിരുന്നിട്ടാണ്. കാര്യം എറിഞ്ഞു കളയും, ചിലപ്പോൾ കയ്യിലെന്തെങ്കിലും ആയുധം വെച്ച് എറിയോ അങ്ങനെ വല്ലതും ചെയ്യാതിരിക്കാൻ വേണ്ടി. കാരണം അത്രയും പേടിച്ചാണ് ഭരണാധിപന്മാരെന്നും കഴിയുന്നതുള്ള. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ കാറിന് ഒരു ചില്ല് പോലും തുറക്കാൻ പറ്റില്ല, അല്ല ഒറ്റ ചില്ലും തുറക്കാൻ പറ്റില്ല. ആകെ തുറക്കാൻ പറ്റുന്നത് ഈ മുമ്പിലത്തെ ഡ്രൈവറുടെ ഇവിടെ മാത്രമാണ്. 3 ഇഞ്ച് അത് തുറക്കാൻ പറ്റുന്നതാണ്, 3 ഇഞ്ച്, അതിലപ്പുറത്ത് തുറക്കാൻ പറ്റില്ല. കാരണം എപ്പോഴും വെടിവരാം. അപ്പോൾ ഒരു ടാങ്ക് മാതിരിയാണ്. അതിൻ്റെ വിശദാംശങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ. എങ്ങനെ വളരെ ഓരോ അപകടത്തിനെയും തരണം ചെയ്യാൻ ഈ പ്രസിഡൻറ്റിൻ്റെ ബ്ലഡ് അടക്കം അതിൽ കൊണ്ടുപോകുന്നതാണ്. പ്രസിഡൻറ്റ് വേണ്ടി വന്ന ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനുള്ള സൗകര്യത്തോട് കൂടിയിട്ടാണ്. മാനം മുട്ടും കൊട്ടാരത്തിൻ മാതിരി ഏതൊരു ജയിലുള്ളൂ എന്നാണ്. ഇതാണ് അധികാരത്തിൻ്റെ ഒക്കെ ഒരു വൈപരീത്യം. ഇപ്പം ഈ ഗാസയെ ഇങ്ങനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോഴും ഇസ്രായേലികൾക്ക് മനസ്സമാധാനമില്ല. ഈ ബഹിഷ്കരണങ്ങളുടെയും ജയിലുകളുടെയും ഒക്കെ ലോകം വാസ്തവത്തിൽ ആർക്കും തന്നെ സുരക്ഷിതത്വം നൽകുന്നില്ല എന്നതാണ്. ഇത് വലിയൊരു നല്ല സ്ട്രാറ്റജി അല്ല. ഇതുകൊണ്ട് ഒരു പ്രശ്നവും, ഒരു സുരക്ഷിതത്വ പ്രശ്നവും പരിഹരിക്കപ്പെടുന്നില്ല എന്നാണ് നമ്മളെ കൺമുന്നിൽ കാണുന്നത്. അതിനുള്ള വഴി ജനാധിപത്യത്തിൻ്റെയും കൊടുക്കൽ വാങ്ങലിൻ്റെയും ഗോത്രീയ ചിന്തയിൽ നിന്നുള്ള വിമുക്തിയുടെയും മാത്രമാണ്. അങ്ങനെ ശാന്തി അശാന്തികളാർന്നീ ഞങ്ങളിരുന്നു ബന്ധത്തിൽ, തേവടിപ്പെണ്ണുമായി മന്ത്രിച്ചങ്ങനെ മേവി തെക്കൻ വ്യാപാരി. രാവു പകലുകൾ കൂർക്കം വലിയാൽ രാഗിയുറങ്ങി രാം സിംഗും, ഡംഭൊടിരുന്നു യോഗികൾ അങ്ങിരു വൻപുലി പോലെ പുലിത്തോലിൽ. ഹുക്ക നിറച്ചു കൊടുത്തു പയ്യൻ അതെക്കി വലിച്ചു ഫക്കീറും. അങ്ങനെ ഒറ്റമരത്തിൽ കുരങ്ങുകളെന്ന പോൽ എല്ലാവരും വളരെ ബന്ധത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്.
അപ്പടി നാളുകൾ പോകെ ശ്രീകൃഷ്ണാഷ്ടമിയായി ഞാനോർത്തു. ഈ കവിത ഞാൻ സെലക്ട് ചെയ്യാനുള്ള പ്രത്യേക കാരണം ഇപ്പോൾ ശ്രീകൃഷ്ണാഷ്ടമിയുടെ ഒക്കെ ഒരു സമയമാണ്. നമ്മളിപ്പം അതിലൂടെ കടന്നു പോയതേ ഉള്ളൂ. ശ്രീകൃഷ്ണാഷ്ടമിയുടെ കാലം ആഗസ്റ്റ് 18 ശ്രീകൃഷ്ണാഷ്ടമി. അപ്പടി നാളുകൾ പോകെ ശ്രീകൃഷ്ണാഷ്ടമിയായി ഞാനോർത്തു. മാമക നാടാം വങ്കത്തിൽ കുഗ്രാമതടത്തിനങ്കത്തിൽ ഏതൊരുവി കാലിക്കുടമണിനാദം നാദിന് പാലമൃദൂട്ടും രംഗത്തിൽ ഏതൊരു വീട്ടിലും ഇന്നൊരു മേഘശ്യാമളനുണ്ണി പിറക്കുന്നു. മാമകനാടാം വങ്കത്തിൽ കുഗ്രാമതടത്തിനങ്കത്തിൽ കാലിക്കുടമണിനാദം കാതിന് പാലമൃദൂട്ടും രംഗത്തിൽ ഏതൊരു വീട്ടിലും ഇന്നൊരു മേഘശ്യാമളനുണ്ണി പിറക്കുന്നു. അയാൾ ഓർമ്മ വരികയാണ്. ശ്രീകൃഷ്ണാഷ്ടമിയായി എൻ്റെ സ്വന്തം നാട്ടിൽ ഓരോ വീട്ടിലും ഇന്ന് ശ്രീകൃഷ്ണൻ പിറക്കുകയാണ്. കുഞ്ഞിക്കയ്യു നുണക്കെ കർഷക നെഞ്ചിലൊരൻപുതു ചുരക്കുന്നു. തേനൊലിവായ ചിരിക്കെ ദീപശ്രേണികൾ ചുറ്റും കത്തുന്നു. ഇയാളുടെ ഓർമ്മകളാണ്. ഛേദം വന്നിതു ഞങ്ങൾക്കെന്നാൽ സ്വാദു പെരുക്കും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞില്ലേ. ഈ സ്വാതന്ത്ര്യം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇയാളുടെ മനസ്സിലുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ചിത്രം ഇതാണ്. ഏതൊരു വീട്ടിലും ഇന്നൊരു മേഘശ്യാമളനുണ്ണി പിറക്കുന്നു. കുഞ്ഞിക്കയ്യു നുണക്കെ കർഷക നെഞ്ചിലൊരൻപു ചുരക്കുന്നു. തേനൊലിവായ ചിരിക്കെ ദീപശ്രേണികൾ ചുറ്റും കത്തുന്നു. കൊഞ്ചലുതിർക്കെ ചേങ്ങില കൈമണി കൊട്ടി കേവലർ പാടുന്നു. പഞ്ഞക്കെടുതിയിൽ പോലും പാതയിൽ പാട്ടും ഭജനയും ആഘോഷം. ഇതാണ് ഇയാളുടെ മനസ്സിലുള്ള സ്വാതന്ത്ര്യം. അവിടെ പഞ്ഞക്കെടുതിയാണ്, അവിടെ കല്ലരി പോലും കിട്ടാനില്ല. പക്ഷെ ഇവിടെ ഇവർക്ക് ഭക്ഷണമുണ്ട്, വെളിച്ചുണ്ട്. പക്ഷെ ഛേദം വന്നത് ഞങ്ങൾക്കെന്നാൽ സ്വാദ് പെരുക്കും സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വാദ് എന്താണ്? പഞ്ഞക്കെടുതിയിൽ പോലും പാതയിൽ പാട്ടും ഭജനയും ആഘോഷം. ഇങ്ങനെ പാട്ടും ഭജനയും ആഘോഷിക്കാൻ സാധിക്കും. അതാണ് സ്വാതന്ത്ര്യം. അപ്പോൾ അതാണ് നടക്കുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണാഷ്ടമി എന്നത് ഇയാളുടെ മനസ്സിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വസന്തമാണ്. ആൾക്കാരിങ്ങനെ പാടുകയും നിലത്ത് കിടന്ന് ഉരുളുകയും ചെയ്തു. ഭക്തി കൊണ്ട് നിലത്ത് കിടന്ന് ഉരുളുക. ഇത് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു എക്സ്പ്രഷനാണ്, ബഹിസ്ഫുരണമാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പാട്ടിലൂടെയാണ് ഈ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത്. തത്ര തുറുങ്കിലിരുന്നൊരു ഗാനം താനറിയാതെ ഞാൻ പാടി. ഒരു പാട്ട് പാടാണ്. താമരക്കണ്ണനെ താരാട്ടാട്ടും തായ യശോദതൻ പൊന്നാരം. പല്ലവലോലമാ പാട്ടിന്നൻ പാഴ്ത്തൊണ്ടയാൽ ഞാൻ പരിക്കേൽപ്പിക്കെ. പല്ലവി പാടുവാൻ കൂടി പേർത്തൻ കല്ലറക്കുള്ളിലെ മിത്രങ്ങൾ. കൈവശമെത്തി തോഴർക്കങ്ങിരു കൈമണി ഗഞ്ചിറ സിത്താറും. തൻ തുടയിന്മേൽ ഗുസ്തിക്കാരൻ താളം പിടിച്ചു തിമർക്കുമ്പോൾ. ചെമ്പനി നീരലർത്തേനുതിർഗാനം ചെമ്മേ മീനയുതിർക്കുമ്പോൾ. ചെഞ്ചിട കെട്ടിയ തൻ തലയാട്ടി ചേർന്നു യോഗികൾ മേളത്തിൽ. ഗോപന്മാരായി ഞങ്ങൾ ആ കല്ലറ ഗോകുലമായ ആഘോഷത്തിൽ. ഈ അസ്വാതന്ത്ര്യത്തിൻ്റെ മതിൽക്കെട്ടുകൾക്കിടയിൽ ഈ ഒരു ഗാനത്തിലൂടെ അവർ സ്വാതന്ത്ര്യത്തിൻ്റെ ലോകത്തെത്തുകയാണ്. അപ്പോൾ പഞ്ഞക്കെടുതിയിൽ പോലും പാതയിൽ പാട്ടും ഭജനയും ആഘോഷം ആയിക്കഴിഞ്ഞ മാമക നാടാം വങ്കത്തിലെ ആൾക്കാരുടെ ആ സ്വാതന്ത്ര്യത്തിൻ്റെ സ്മരണകൾ ഒറ്റമരത്തിൽ കുരങ്ങുകളെ പോലെ കഴിയുന്ന ഈ സന്യാസിയും ഫക്കീറും ഒക്കെ ചേർന്ന് ഈ മതിൽക്കെട്ടിനകത്ത് അവർ പുനഃസൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. പല്ലവലോലമാ പാട്ടിന്നൻ പാഴ്ത്തൊണ്ടയാൽ ഞാൻ പരിക്കേൽപ്പിക്കെ. പല്ലവി പാടുവാൻ കൂടി പേർത്തൻ കല്ലറക്കുള്ളിലെ മിത്രങ്ങൾ.
ഇതാണ് അമ്മ പാടുന്ന പാട്ടാണ്. താമരക്കണ്ണനെ താരാട്ടാട്ടും തായ യശോദൻ പുന്നാരം, അതാണ് പാടുന്നത്. കണ്ണാ ഞങ്ങൾ നിൻ കായാമ്പൂകുടൽ കണ്ണീർ കൊണ്ടു കുളിർപ്പിക്കാം, വിശ്വപിതാവാം നീ ഞങ്ങളുടെ കൊച്ചു കിടാവായി വന്നല്ലോ. അതാണ് വിശ്വപിതാവായി നീ. വിശ്വപിതാവ് അവരുടെ കുട്ടിയെ വന്നതാണ് സങ്കല്പം. ഞങ്ങളുടെ പുണ്യം ഇതല്ലെന്നാലോ നിൻ കരളിലും കാരുണ്യം, വിശ്വപിതാവാം നീ ഞങ്ങളുടെ കൊച്ചു കിടാവായി വന്നല്ലോ. ഇത് നമ്മൾ സാധാരണ കാണുന്ന ഒരു ദൈവസങ്കല്പങ്ങൾ കാണുന്ന രണ്ട് വ്യത്യസ്തതകളാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ സോക്കോൾ ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു ഗുരുവായൂരപ്പൻ, ഒരേ സമയം ഈ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞ ഈ ഒരു മൂർത്തി ഒരു കുട്ടിയാണ്. അതിനെപ്പറ്റി കുറേ കുട്ടിക്കഥകൾ കേൾക്കാം. അതിന് ഭക്ഷണം കൊടുത്ത കഥയും ഒരുപാട് കഥകൾ, അത്ഭുത കഥകൾ അതിൻ്റെ കുട്ടിത്തത്തിനെ കുറിച്ചിട്ട് ഉണ്ട്. അത് കുറൂരമ്മയുടെ കഥ, അങ്ങനെ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ടാവും. അതേസമയം വലിയ രക്ഷകനുമാണ്. ഏത് രോഗം വന്നാലും അവിടെയാണ് പോയിട്ട് മേൽപ്പത്തൂർ പോയി അവിടെ കിടന്നിട്ടാണല്ലോ രോഗം മാറ്റുകയും എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള വിശ്വപിതാവും കൂടിയാണ്. ഈ ഒരു ഡൈക്കോട്ടമി എന്നുള്ള സംഗതി, ഈ രണ്ട് ഭാഗങ്ങളും ഉണ്ട് എന്നുള്ളത് വിശ്വാസത്തിൻ്റെ ഒരു പൊതു സ്വഭാവമാണ് പലപ്പോഴും. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ പരിണാമപരമായി നമ്മിലുള്ള പല അനുകൂലനങ്ങളെയാണ് മതത്തിലൂടെ പ്രകടിപ്പിക്കപ്പെടുന്നത്, പലപ്പോഴും മതത്തിന് ഉപയുക്തമാവുന്നത്. മതം എന്ന ഈ പ്രയോഗത്തിന് ഉപയുക്തമാകുന്നത് രക്ഷിതാവിനെ ആശ്രയിക്കാനും രക്ഷിതാവ് ആവാനുമുള്ള നമ്മുടെ രണ്ട് അനുകൂലനങ്ങളും ഈ തരത്തിൽ ഉപയുക്തമാവുന്നതാണ്. അന്ന് ഈ റിലീജിയസിറ്റി ഡാർവിൻ പറയുമ്പോൾ ഏതാണ്ട് ഒരു 19 പോയിന്റുകൾ ഇതുപോലെ നമ്മൾ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. അത് ആ വീഡിയോ നിങ്ങൾ ദീർഘമായൊരു വീഡിയോ ആണ്, യൂട്യൂബിൽ കാണാം. അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമേ ഞാൻ പറയുന്നത്. അപ്പോൾ ഇതാണ് വിശ്വപിതാവാം നീ ഞങ്ങളുടെ കൊച്ചു കിടാവായി തീർന്നല്ലോ എന്ന് പറയുമ്പോൾ സൂചിതമാകുന്ന ഈ രണ്ടവസ്ഥയും, ഒരു രക്ഷിതാവിനെ ആശ്രയിക്കുക എന്ന അവസ്ഥയും രക്ഷിതാവ് ആവുക എന്ന അവസ്ഥയും, ഇത് രണ്ട് അനുകൂലനങ്ങളും മതം ഉപയോഗിക്കുന്നുണ്ടെന്നാണ്. മതം എന്നത് നമ്മുടെ പരിണാമഗത്യാ നമുക്ക് സിദ്ധിച്ചിട്ടുള്ള പല അനുകൂലനങ്ങളുടെയും ഒരു ഉപോൽപ്പന്നമാണ്, ബൈ പ്രോഡക്റ്റ് എന്നാണ് പറയാം. മതം തന്നെ ഒരു അനുകൂലനമല്ല. ഇറ്റ്സ് നോട്ട് എൻ അഡാപ്റ്റേഷൻ ഓൺ ഇറ്റ്സ് ഓൺ. അതേസമയം നമുക്ക് പല മാനസികമായ അനുകൂലനങ്ങളുമുണ്ട്, ശാരീരിക അനുകൂലനങ്ങൾ പോലെ തന്നെ. ഇപ്പോൾ കരയിൽ അന്തരീക്ഷവായു ശ്വസിക്കാൻ ആവശ്യമായ രീതിയിലാണ് നമ്മുടെ ശ്വാസകോശവും ഹൃദയവും ഒക്കെ രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. അനുകൂലനങ്ങളുടെ സംഘാതങ്ങളാണ് ജീവികളെന്നറിയാലോ. എന്നതുപോലെ തന്നെ അല്ലെങ്കിൽ മത്സ്യത്തിന് ഒരു വെള്ളത്തിൽ ജീവിക്കാനുള്ള അനുകൂലനം എന്ന നിലയാണ് അതിൻ്റെ ശ്വസന വ്യൂഹം ഉണ്ടായി വന്നിട്ടുള്ളത്, അതിൻ്റെ ചെകിളപ്പൂക്കളും അതിൻ്റെ രക്തവ്യവസ്ഥയൊക്കെ. ഇതുപോലെ നമ്മൾ ജീവിക്കുന്ന സാമൂഹ്യ മാധ്യമം എന്നത് മനുഷ്യ മനസ്സുകളാണ്. ഈ മനുഷ്യ മനസ്സ് എന്ന കടലിൽ ജീവിക്കാനുള്ള അനുകൂലനമാണ് നമ്മുടെ മാനസിക അനുകൂലനങ്ങൾ, വിവിധമായ മാനസിക അനുകൂലനങ്ങൾ. ഇതിൽ പല മാനസിക അനുകൂലനങ്ങളുമാണ് മതത്തിന് പ്രയോജനപ്പെടുന്നത്. ഇതിലൊരു പ്രധാന ആയിട്ടുള്ള അനുകൂലനമാണ് അറ്റാച്ച്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സാധനമുണ്ട്. നമുക്ക് അറ്റാച്ച്മെൻറ്റ്, നമ്മുടെ ഈ മറ്റൊരാളുമായി ബന്ധം സ്ഥാപിക്കാനുള്ള അനുകൂലനം എന്നത്. ഒറ്റമരത്തിൽ കുരങ്ങുകൾ എന്ന പോൽ എത്തി ഞങ്ങൾ തുറുങ്കറയിൽ എന്ന് പറയുന്നില്ലേ, അവിടെ ഞങ്ങൾ അങ്ങനെ ശാന്തി അശാന്തിയുമായി ഞങ്ങളിരുന്നു ബന്ധത്തിൽ. ഈ ബന്ധങ്ങൾ ഉണ്ടാവുന്ന അതുപോലും നമ്മുടെ പരിണാമഗത്യാ നമുക്ക് സിദ്ധമായിട്ടുള്ള മാനസികമായ ഒരു അഡാപ്റ്റേഷനാണ് അറ്റാച്ച്മെൻറ്റ് സിസ്റ്റം. ഇത് നമ്മുടെ ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ, കോടിക്കണക്കിന് വർഷങ്ങളുടെ പരിണാമ ഫലമായി നമുക്ക് സിദ്ധിച്ചിട്ടുള്ളതാണ് ഈ അറ്റാച്ച്മെൻറ്റ് സിസ്റ്റം എന്നത്.
ഈ അറ്റാച്ച്മെൻറ്റ് പലപ്പോഴും അറ്റാച്ച്മെൻറ്റിൻ്റെ പിന്നിലുള്ള രാസവസ്തു, ഇത് മസ്തിഷ്ക പ്രവർത്തനമാണ് പറഞ്ഞത്. അതിൽ മസ്തിഷ്ക രാസവസ്തു ഓക്സിറ്റോസിൻ എന്നുള്ള ഒരു രാസവസ്തുവാണ്, ഒരു ഓക്സിറ്റോസിൻ എന്ന ഹോർമോണാണ് ഈ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ശിശുവായിരിക്കും കുട്ടികളോടുള്ള നമ്മുടെ അറ്റാച്ച്മെൻറ്റ്, അത് പരിണാമപരമായി ഈ അറ്റാച്ച്മെൻറ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ കുട്ടികളെ സ്നേഹിക്കുകയും അവരെ പരിരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ വംശം പിന്തുടർന്ന് വന്നത്, പിന്നാലെ വംശം നിലനിന്ന് വന്നത്. മുതിർന്നവർ തമ്മിൽ വികസിപ്പിക്കുന്ന ആത്മബന്ധങ്ങൾക്ക് പിറകിലുമുള്ളത് ഇതേ അറ്റാച്ച്മെൻറ്റ് സിസ്റ്റമാണ്. ഭാര്യയും ഭർത്താവും തമ്മിലായാലും ഉറ്റ സൗഹൃദങ്ങൾ ഉണ്ടാവുന്നതും വളർത്തുമൃഗങ്ങളോട് പോലുമുള്ള, അത് ഈ പട്ടികളൊക്കെ ഉള്ള ആൾക്കാർ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ പട്ടികളോട് കൊഞ്ചുന്നതൊക്കെ പലപ്പോഴും കുട്ടികളോട് കൊഞ്ചുന്ന പോലെ, ഒരേ വാക്കുകൾ പോലും നമ്മൾ അറിയാതെ ഉപയോഗിച്ചു പോയി. മടിയിൽ വന്നിരിക്കുന്നത് മകളോട് പറയേണ്ട വാക്കുകൾ ഞാൻ പട്ടിയോട് പറയുന്ന വാക്കുകൾ പറഞ്ഞു പോയ അവസ്ഥ എനിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരുപോലെ ഇഷ്ടമുള്ളതാണ് അത്. ഇത് ചിലർക്കെങ്കിലും അനുഭവം ഉണ്ടാവും. അത് ഞാൻ പട്ടിയാണോ വെച്ചാന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ. കാരണം ഒരേ സിസ്റ്റമാണ് ഇത് രണ്ടും. ഈ അറ്റാച്ച്മെൻറ്റ് സിസ്റ്റം എന്നത് ഒരേ അനുകൂലനത്തെയാണ് ഉപയോഗിക്കുന്നത്. ഇത് പഴയൊരു പ്രേമകഥയുടെ ഒരു ചിത്രമാണ്. 5000 കൊല്ലം മുമ്പുള്ള ഒരു എക്സ്കവേഷനിൽ പരസ്പരം കെട്ടിപ്പൊളന്ന് കിടക്കുന്ന ഒരു ദമ്പതികളുടെ അസ്ഥികൂടം കണ്ടെത്തിയതിൻ്റെ ഇത് കാണാം. ഏത് ദുർവിധിയുടെ മരുഭൂമിയിലും നീറൂറ പോലെ എൻ്റെ ശാന്ത എന്നെ കാത്തിരിപ്പുണ്ട്. ഈ തരത്തിലുള്ള ആത്മബന്ധങ്ങളൊക്കെ വികസിച്ചെടുക്കുന്നത് ഒരേ മസ്തിഷ്കാനുകൂലനത്തിലൂടെയാണ്. ഉറ്റ സൗഹൃദങ്ങളിൽ ഇതിനെ സംഭവിക്കുന്നത്. അതാണ് നമ്മൾ ഉറ്റ സുഹൃത്തിനടുത്ത് പോയി കഴിഞ്ഞാണ് എന്താണെന്നറിയില്ല, മനസ്സിൻ്റെ സമാധാനമാണ്. ഏറ്റവും അടുത്ത സുഹൃത്തിനടുത്ത് പോയി സംസാരിക്കുമ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത് ഒരേ അറ്റാച്ച്മെൻറ്റ് സിസ്റ്റമാണ്. ഇതാണ് മതവും പലപ്പോഴും ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും, അതായത് ഒരു കാലത്ത് നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് വളരെ അറ്റാച്ച്ഡ് ആയിരുന്നു. അങ്ങനെയാണ് നമ്മൾ വളർന്നു വന്നത്. ഈ മാതാപിതാക്കളോടുള്ള നമ്മുടെ ഡിപ്പെൻഡൻസ് വലിയൊരളവോളം എന്നും നമ്മുടെ ഉള്ളിലുണ്ട്. അതാണ് പലപ്പോഴും മതങ്ങൾ ഉപയോഗിക്കുന്നതെന്നുള്ള വലിയ ദുർഘട ഘട്ടങ്ങളിൽ പലപ്പോഴും ഒരു രക്ഷിതാവിനെ അന്വേഷിച്ച് പോകുന്നത് ഇതുകൊണ്ടാണ്. ഒരു രക്ഷിതാവിനായുള്ള നമ്മുടെ ത്വര എന്നത് നമ്മളെ ഉപേക്ഷിക്കുന്നതേയില്ല. അതുകൊണ്ടാണ് വൈ വറി വെൻ ഐ ആം ഹിയർ എന്ന് സത്സായി ബാബ എന്ന് പറയുന്ന ഒരു എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരാൾ ദൈവം പറയുമ്പോൾ ആൾക്കാർ പിന്നാലെ പോകുന്നത്. ഒരു രക്ഷകനാണ്. രക്ഷകൻ്റെ ആവശ്യമെന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകുന്നില്ല, നമ്മൾ എത്ര മുതിർന്നാലും എന്നുള്ളതാണ്. അതാണ് മതങ്ങൾ ഉപയോഗിക്കുന്നത്. ഒരു വിശ്വപിതാവിൻ്റെ ആവശ്യം പലപ്പോഴും നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഈ ജീവിത ദുരിതങ്ങളിൽ നമ്മളെ ആര് രക്ഷിക്കും, ആരാണ് രക്ഷ, ഇത് വളരെ വ്യാപകമായൊരു മനുഷ്യ അവസ്ഥയാണ്. അന്വേഷിക്കുക, ഒരു രക്ഷകനെ തേടുക എന്നുള്ളത്. ഇതാണ് മതവും പലപ്പോഴും രാഷ്ട്രീയം പോലും, മതാധിഷ്ഠിതമായ മതാത്മകമായ ഇന്ത്യൻ രാഷ്ട്രീയം പോലും ഈ രക്ഷകനെ ഓടുള്ള ആൾക്കാരുടെ ത്വരയാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് കേവലം മതത്തിൻ്റെ പ്രശ്നമല്ല. ഒരു ജ്ഞാനോദയാനന്തര യുക്തിചിന്തയുടെയും ജനാധിപത്യത്തിൻ്റെയും സംസ്കാരം വികസിച്ചിട്ടില്ലാത്ത ഒരു ഗോത്രീയ സമൂഹം നിലനിൽക്കുന്നിടത്ത് ജനങ്ങളുടെ ചിന്തയും ഗോത്രീയമാണ്, മതാത്മകമാണ്. ഒരു രക്ഷകനെ അന്വേഷിക്കുക എന്ന പ്രവണത വിദഗ്ധമായി പ്രയോജനപ്പെടുത്തുന്ന മതങ്ങളെപ്പോലെ തന്നെ അവിടുത്തെ രാഷ്ട്രീയവും അത് പ്രയോജനപ്പെടുകയും നമുക്ക് കുടുംബവാഴ്ചയും ഏകാധിപത്യവും ഒക്കെ എന്നും മാറാതെ നമ്മുടെ ശിക്ഷയും ശാപവുമായി തുടരുകയും ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ളതും ഇത് തന്നെയാണ്. ശിശുക്കളായിരുന്നപ്പോൾ നമുക്ക് മാതാപിതാക്കളുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ സഹായിക്കാൻ കഴിയാതെ മരിച്ചുപോയി കാണും, അവശരായിരിക്കും. പക്ഷെ നമുക്ക് നമ്മുടെ ഈ ഒരു ആവശ്യകത എന്നത് പൂർണ്ണമായും നമ്മളെ വിട്ടു പോകുന്നില്ല.
ഇത് നമ്മൾ തിരിച്ചറിയുന്ന പോലുമില്ല. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്? എല്ലാം വരുന്ന സർവശക്തനായോ അല്ലെങ്കിൽ എനിക്കെല്ലാം ചെയ്യാമെന്ന് പറയുന്ന സായിബാബയോ ശരവണ ബാബയോ ഏത് ബാബയാണ് വരുന്നത്, അവരുടെ അടുത്തേക്ക് ആൾക്കാർ പോകുന്നു. അതാണ് റിലീജിയൻ. മതം നമുക്ക് തരുന്നത് എന്താണ്? പ്രകൃതി അതീത ശക്തിയുള്ള വലിയ സൂപ്പർ നോർമൽ അത്യാസാധാരണരായ മാതാപിതാക്കളെയാണ് നമുക്ക് തരുന്നത്. ഗുരുവായൂർ അപ്പനാണ്, ഗുരുവായൂരപ്പനേ അപ്പൻ എന്നാണ് അങ്ങനെ അപ്പോൾ വലിയ അപ്പനാണ് നമുക്ക്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എങ്കിൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഒരു കുടുംബത്തിൻ്റെ നാഥൻ, രക്ഷിതാവ് എന്ന് പറയുന്ന അയാളെ വീട്ടിന് മുന്നിൽ വെക്കുന്നത് XYZ അമ്മ ഈ വീട്ടിനെ രക്ഷിക്കും, അച്ഛൻ ഈ വീട്ടിനെ രക്ഷിക്കുന്ന. ഈ രക്ഷിതാവിന് വേണ്ടിയുള്ള ത്വര. വിശ്വപിതാവാം നീ ഞങ്ങളുടെ കൊച്ചു കീടാവായി വന്നല്ലോ, ഒരു സൂത്രവാക്യം പോലെ. ഈ വിശ്വപിതാവിനോടാണ് അർച്ചന ഇങ്ങനെ അർത്ഥിക്കുന്നത്. ഇതാണ് എന്നെ എപ്പോഴും കാത്തുരക്ഷിക്കുന്നത്. രക്ഷയാണ് ആവശ്യം. അതിനുവേണ്ടിയാണ് ആൾക്കാർ യാമ്പാറ്റുകളെ പോലെ പോയി ആലിംഗനത്തിൽ വീഴുന്നത്. അവരിത് തുടങ്ങുമ്പോൾ പോലും ഒരുപക്ഷെ ഇതിൻ്റെ സാധ്യത എത്രയുണ്ടെന്ന് ഈ സന്യാസിനി സോക്കോൾ അല്ലെങ്കിൽ ദൈവ അവതാരം എന്നൊക്കെ വിശ്വസിപ്പിക്കുന്ന ഈ അമ്മ ഒരുപക്ഷെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു വലിയ ഒരു നിധി കുംഭമാണ് താൻ തുറന്നത് എന്ന് അവരാലോചിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാത്തുരക്ഷിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഇങ്ങനെ ദാഹിക്കുന്ന ഒരു ജനതയാണ് എന്ന് നമ്മൾ നിത്യേന ഓരോ നിമിഷത്തിലും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു കഥയാണ്. ഇതാണ് എൻ്റെ ഗുരു, എന്നെ നേർവഴിക്കുന്നയക്കുന്നവൾ, എന്നെ എല്ലായ്പ്പോഴും കാത്തുരക്ഷിക്കുന്നവൾ, എൻ്റെ എല്ലാ കർമ്മങ്ങളും ഏറ്റെടുക്കാൻ കെൽപ്പുള്ളവർ. ഇതൊക്കെ അമൃതാനന്ദമയിയുടെ ഒരു ഭക്ത എഴുതിയ അവരുടെ അനുഭവകഥ, അവരുടെ മാസികകളിൽ ഇൻഹൗസ് മാഗസിനിൽ വരുന്ന അനുഭവകഥ എന്ന എടുത്താണ്. ഒരു 2 വയസ്സായ കുട്ടി എന്നെ എടുക്കൂ എന്ന് കൈ ഉയർത്തിയപ്പോഴും നമ്മൾ ആ കുട്ടികളെ കാണാം എപ്പോഴും എടുക്കൂ എന്നാണ് കൈ ഉയർത്തിയിട്ടുള്ള ഒരു അർത്ഥന. ഈ അർത്ഥനയാണ് പിന്നെ പ്രാർത്ഥനയാവുന്നത്. ഇതാണ് കൈ ഉയർത്തി ആകാശത്തെ ഉയർത്തി പ്രാർത്ഥിക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ടാണ് വരുന്നത്. ഇതേ ഈ കൈ ഉയർത്തിയുള്ള 2 കുട്ടിയുടെ ഈ കുട്ടി എന്നും നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടെന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവിനോട് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നത്. എന്നെ എടുക്കൂ എന്ന കുട്ടിയുടെ അർത്ഥന തന്നെയാണ് മുതിർന്നവരുടെ പ്രാർത്ഥന. Religion gives us supernormal parents, magnificent attachment we never experience in everyday life and never can. When we are distressed, we turn to a God that hears our prayers, grants our wishes, protects our loved ones, and reassures of rewards no matter how adverse our troubles. രക്ഷിക്കണേ, എല്ലാ പ്രാർത്ഥനയും അങ്ങനെയല്ലേ, രക്ഷിക്കണേ. ഇതുപോലെ തന്നെയാണ് ഇതുപോലെയുള്ള ഈ അറ്റാച്ച്മെൻറ്റ് സിസ്റ്റത്തിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ അർത്ഥന, നമ്മുടെ ഉള്ളിലുള്ള ഈ ശിശുത്വം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ശിശുക്കളെ വളർത്തുന്നവരും കൂടിയാണ്. അപ്പോൾ നമ്മുടെ പാരൻ്റൽ ഇൻസ്റ്റിങ്സ്, നമ്മുടെ ശിശുക്കളോടുള്ള നമ്മുടെ താല്പര്യം, നമ്മുടെ സ്നേഹം, കൗതുകം, ഇതും മതത്തിൽ എക്സ്പ്രസ് ചെയ്യപ്പെടുന്ന കാണാം, പ്രയോജനപ്പെടുന്ന കാണാം. ഇങ്ങനൊരു പ്രോഗ്രാം നമുക്കുണ്ട്. മധുരം ഇഷ്ടപ്പെടുന്ന പോലെ ശിശുമുഖങ്ങളും നമുക്കിഷ്ടമാണ്. കുട്ടികളുടെ മുഖം കാണുമ്പോൾ സന്തോഷമില്ലാത്ത ആരുമില്ല. അതുകൊണ്ടാണ് കുട്ടികളുടെ മുഖം പോലെയുള്ള പാവകൾ പോലും നമുക്കിഷ്ടപ്പെടുന്നത്. ഒരു ടെഡ്ഡി ബെയറിൻ്റെ കഥയൊക്കെ മനോജ് പറഞ്ഞിട്ട് നമുക്ക് കാണാം. അതിൻ്റെ മുഖം അങ്ങനെയാണ്. കുട്ടികളുടെ മുഖം പോലെയുള്ള പാവകളാണ് നമുക്കിഷ്ടം. വിശ്വപിതാവാ നീ ഞങ്ങളുടെ കൊച്ചു കീടാവായി വന്നല്ലോ, ഞങ്ങളുടെ പുണ്യം ഇതല്ലെന്നാലോ നിൻ കരളിലും കാരുണ്യം. ഗാഠം നിന്നെ മുകർന്നേ നിൽപ്പൂ മൂഢം ഞങ്ങളുടെ വാത്സല്യം.
ഈ മതത്തിൽ വാത്സല്യം വരികയാണ്. കാലിക്കുളമ്പടി മൺപൊടി താവും പീലിത്തിരുമുടി കെട്ടിപ്പാൻ സുന്നമാം പൂങ്കവിളൊപ്പാൻ നാനാവർണ്ണവനമാല ചാർത്തിപ്പാൻ ഇച്ഛപോൽ പാൽ തൈർ വെണ്ണകളൂട്ടി കൊച്ചുകുട വയർ വീർപ്പിക്കാൻ. അവനവൻ്റെ കുട്ടികളെ ഇങ്ങനെയൊക്കെ അലങ്കരിച്ച് വീഥികളിലേക്ക് ഇറക്കി വിട്ട ഒരാഴ്ച നമ്മൾ കഴിഞ്ഞു പോയിട്ടുള്ളൂ. പലരും ചെയ്യുന്നുണ്ടെന്നാണ്. അത് മതത്തിൻ്റെ മതിലുകൾക്ക് അപ്പുറത്തും ഇത് നടക്കുന്നു എന്നൊക്കെ നമ്മൾ ഫേസ്ബുക്കിലെ പല പോസ്റ്റുകളിലും കാണാം. മതം ഇല്ല എന്ന് പറയുന്നവർ പോലും, അങ്ങനെ സ്വന്തം ജീവിതത്തിൽ മതം ഇല്ലാത്ത ആൾക്കാർ പോലും പലപ്പോഴും രാഷ്ട്രീയമായി ഇതൊക്കെ സംഘടിപ്പിക്കുന്ന ശക്തികളുടെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ പോലും സുന്നമാം പൂങ്കവിളൊപ്പാൻ നാനാവർണ്ണവനമാല ചാർത്തിപ്പാൻ ഇങ്ങനെയൊക്കെ കുട്ടികളെ വേഷം കെട്ടിച്ച് ഇറക്കുന്നത് നമ്മൾ കാണും. വളരെ വളരെ നിഷ്കളങ്കമായി. താമരക്കണ്ണനെ താരാട്ടാട്ടും തായ യശോദതൻ പുന്നാരം. ഇങ്ങനെ നമ്മുടെ മനസ്സിലുള്ള ആർദ്രതകളെ, നമ്മുടെ സ്നേഹങ്ങളെ ഒക്കെയാണ് ബോധപൂർവമായോ അബോധപൂർവമായോ മതം പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ബോധപൂർവമായി തന്നെ ഇന്ന് പ്രയോജനപ്പെടുത്തുന്നത്. ചന്തമിയെന്നു തുളുമ്പും പൂവൽ ചന്തിയിലോമന നുള്ളേകാൻ കണ്ണാ നിന്നെ മടിയിലിരുത്താൻ കാലിൻ പൂമ്പൊടി ചൂടിയിടാൻ കങ്കണനൂപുരനാദം പൊങ്ങും നിൻ കളിയാട്ടം കണ്ടിടാൻ കോലക്കുഴൽ വിളി കേൾപ്പാൻ ഉൾക്കൊതി കൊള്ളൂ ഞങ്ങളുടെ വാത്സല്യം. മംഗളമെന്തിനു വേറെ പിച്ചകൾ ഞങ്ങളിതൊന്നേ പ്രാർത്ഥിപ്പൂ കായാമ്പൂവുടൽ കാൺമാൻ നീയാം പീയൂഷത്തിലലിഞ്ഞിടാൻ. ഈ അവരുടെ ക്ഷുദ്രമായ ജീവിതങ്ങൾ, ജയിലിനകത്താണ് ഇവർ കഴിയുന്നത്. ആ ക്ഷുദ്രമായ ജീവിതത്തിനകത്ത് സ്വാതന്ത്ര്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു ലോകം താമരക്കണ്ണനെ താരാട്ടാട്ടും തായ യശോദതൻ പുന്നാരം പാടുന്നതിലൂടെ ഈ തടവറക്കകത്ത് സൃഷ്ടിക്കപ്പെടുകയാണ്. ഇങ്ങനെയാണ് മതം തടവറകൾക്കുള്ളിൽ പൂത്തുവരിയുന്നത്. മനുഷ്യരുണ്ടാക്കുന്ന ഒറ്റക്കുള്ള ജയിലുകളിലും ജയിലുകൾ പോലുള്ള സമൂഹങ്ങളിലുമൊക്കെ മതം ഒരു സ്വാതന്ത്ര്യോപാധിയാവുന്നത് ഇത്തരത്തിലുള്ള മനുഷ്യൻ്റെ സൗന്ദര്യ സങ്കല്പങ്ങളെയും നമ്മുടെ പരിണാമഗത്യാ ലഭ്യമായ ജൈവാനുകൂലനങ്ങളുടെയും സൗന്ദര്യാത്മകമായ ഉൾക്കൊള്ളലുകളിലൂടെയാണ്. അതുകൊണ്ടാണ് ക്രിസ്തുമസിൽ നമ്മൾ ഉണ്ണിയേശു വരുന്നത്. അവിടെയാണ് ഉണ്ണിയേശു, വാത്സല്യമാണ്. ഓമന കണ്ണര കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മതസങ്കല്പങ്ങളൊക്കെ രൂപപ്പെടുന്നതിൽ ശിശുക്കൾക്കോട് മനുഷ്യർക്കുള്ള സഹജമായ മമത ഒരു പങ്കുവഹിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന രീതിയിലേക്ക് റീപ്ലേസ്മെൻറ്റ് നടക്കും. ഇത് പൂന്താനത്തിൻ്റെ വരികളാണ്. പൂന്താനത്തിന് മക്കളില്ല. അപ്പോൾ എങ്ങനെയാണോ മതം നമുക്ക് പ്രകൃത്യതീതമായ അസാധാരണമായ നമ്മളോട് തിരിച്ചൊന്നും പറയാത്ത നന്മ മാത്രം ചെയ്യുന്ന അച്ഛന്മാരെയും അമ്മമാരെയും നമുക്ക് നൽകുന്നത്, അതുപോലെ തന്നെ ശിശുക്കളെയും നമുക്ക് നൽകുന്നു. ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. സൂപ്പർ നോർമൽ ചിൽഡ്രൻ നമുക്ക്. ഇതാണ് മതാനുഭവം എന്ന് ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ ഒരു പ്രധാന പോയിൻ്റ്. മതാനുഭവം എന്നത് മനുഷ്യാനുഭവമാണ്. മനുഷ്യൻ എന്നാൽ അനുകൂലനങ്ങളുടെ സംഘാതമാണ്, ജൈവാനുകൂലനങ്ങളുടെ സംഘാതമാണ്. ഈ പരിണാമഗത്യാ ലഭ്യമായ ജൈവാനുകൂലനങ്ങളുടെ ബഹിർസ്ഫുരണങ്ങളാണ്, എക്സ്പ്രഷൻസാണ് മതത്തെ നിലനിർത്തുന്നത്, മതത്തെ പ്രചരിപ്പിക്കുന്നത്, പൂത്തുലിയുന്നതിൻ്റെയൊക്കെ കാരണം.
ആ മട്ടിൽ ഞാനുമെൻ തോഴരും, അവിടെ തോഴരായി കഴിഞ്ഞു. ആ മട്ടിൽ ഞാനുമെൻ തോഴരും ഗോപഗ്രാമത്തിൻ ഗാനമൊഴുക്കുമ്പോൾ. എത്ര പെട്ടെന്ന് വിവിധ തുറകളിൽ നിന്ന് വന്ന ആൾക്കാർ. ഒരാളൊരു വേശ്യ, രണ്ടുപേര് സന്യാസിമാർ, ഹിന്ദു സന്യാസിമാർ, ഒരാളൊരു മുസ്ലിം സന്യാസി ഫക്കീർ, ഒരാൾ ഒരു മരുന്ന് കച്ചവടക്കാരൻ, വശ്യമരുന്നുകൾ വിൽക്കും. നമ്മുടെ അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടല്ലോ, വശ്യമരുന്നുകൾ, ഏലസുകൾ, മരുന്നുകൾ, ആൾക്കാരെ വശീകരിക്കാനുള്ള മരുന്നുകൾ, ഏലസുകൾ വിൽക്കുന്ന ആൾക്കാർ. അങ്ങനത്തെ ഒരാളാണ്. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഒരു ജയിലിനകത്ത് പെട്ടെന്ന് അവർ ഒന്നാവുകയാണ്. അവരൊന്നാക്കുന്നത് ഇതാണ്, ഈ പാട്ടും കൂടിയാണ്. കൂടുതൽ കൂടുതൽ എഴുകുകയാണ് അവർ. ആ മട്ടിൽ ഞാനുമെൻ തോഴരും ഗോപഗ്രാമത്തിൻ ഗാനമൊഴുക്കുമ്പോൾ അഞ്ചിത താളമതിങ്കൽ തുടിച്ചു ഗഞ്ചിറ കൈമണി സിത്താറും. ഞാനങ്ങു നിർത്തവേ നീളെ തുടർന്നു ഗാനങ്ങൾ മീനയും രാജീവും. ഇദ്ദേഹം പാടിക്കൊണ്ടിരിക്കുന്നത് നിർത്തിയപ്പോൾ വേറെ രണ്ടുപേരെ ഏറ്റെടുത്തു. എന്തൊരു പൂങ്കുയിലാണെന്നോ മരമന്ദന രാജീവിൻ കണ്ഠത്തിൽ. പെട്ടെന്ന് മറ്റുള്ളവരുടെ കഴിവുകൾ നമ്മൾ തിരിച്ചറിയുന്നു. മരമന്ദൻ എന്ന് വിചാരിച്ചിരുന്ന രാജീവൻ്റെ എന്തൊരു പൂങ്കുയിലാണെന്നോ മരമന്ദന രാജീവിൻ കണ്ഠത്തിൽ. അങ്ങനെ ഇവരൊക്കെ അടുത്ത ആൾക്കാരാവുകയാണ് ഈ പാട്ടിലൂടെ. ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നവർ ഒരു കുടുംബമാവും. അങ്ങനെയാണ് ഇത്. പിന്നെയ സന്യാസിമാരും പാടി. അതുവരെ അവരെന്താ ചെയ്തിരുന്നത്? അവർക്ക് ഗംഭീരമായ ഒരു ചുണ്ടിൽ അഭംഗുരമായൊരു മൗനം, മുണ്ടിനരക്കൊരു കൗബീനം, ഇങ്ങനെ ഇരുന്ന ആൾക്കാരാണ്. ഉണ്ടിരു സന്യാസിമാരും അവർക്കോ ശുണ്ഠി കലർന്നൊരു ഗാംഭീര്യം, ചുണ്ടിലഭംഗുരമായൊരു മൗനം, മുണ്ടിനരക്കൊരു കൗബീനം. ഇങ്ങനെയൊക്കെ വളരെ ഗംഭീരന്മാരായി മിണ്ടാതെ ഇരുന്നിരുന്ന ആൾക്കാരും പിന്നെ സന്യാസിമാരും പാടി മന്ത്രഗംഭീരമാം ശബ്ദത്തിൽ അവരും ഈ പാട്ടിലേക്ക് വരികയാണ്. സാരം തിരിഞ്ഞില്ല ഞങ്ങൾക്കെല്ലാം സാരസനേത്രനു സൽക്കാരം. ഇപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം റിലീജിയൻ ഫോർ എത്തീസ്റ്റ്, നിരീശ്വരർക്ക് വേണ്ടിയുള്ള മതം എന്ന ഒരു പുസ്തകം, അലൻ ഡി ബട്ടൺ. ഇതിൽ ഇദ്ദേഹം ഈ മതത്തിൻ്റെ, അദ്ദേഹം ഒരു എത്തീസ്റ്റാണ്. അപ്പോൾ ഇദ്ദേഹം ഈ മതത്തിൻ്റെ പല ഗുണങ്ങളും പറയുന്നതിൽ ഒരു ഗുണം പറയുന്നത്, അവരുടെ മതത്തിൻ്റെ ഒരു പല നേട്ടങ്ങളിലൊന്ന് പറയുന്നതാണ്. ഒരു ചർച്ചിൽ പോകുമ്പോൾ അവിടെ അതുവരെ വളരെ വ്യത്യസ്തരായിരുന്ന വിവിധ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ വ്യത്യസ്ത അസ്തിത്വ പ്രശ്നങ്ങളൊക്കെ നേരിട്ടിട്ടുള്ള ധനികനും ദരിദ്രനും താണവനും ഒക്കെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരേ പാട്ടിലും ഒരേ പ്രസംഗത്തിലും നിൽക്കേണ്ട ഒരവസ്ഥയുണ്ട്. ഒരു തരത്തിലുള്ള ലെവലിംഗ് നടക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് പലരുടെയും സ്വത്വബോധത്തിന് വലിയൊരു ബൂസ്റ്റാണ്. ഷാരൂഖ് ഖാൻ്റെ കൂടെ പോയി നിസ്കരിക്കുക എന്ന് വരുമ്പോൾ ഒരേ പള്ളിക്കപ്പുറം പള്ളിയിൽ ഒന്നിച്ചു പോയാണ് ഇവർ. അത് മതം നേടിയിട്ടുള്ള അവരുടെ ഒരു 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 നേട്ടമാണ്, അവർ നേടിയുള്ള നേട്ടമാണെന്ന് അലൻ ഡി ബട്ടൺ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഈ തെണ്ടികൾ, ജയിലിലായ തെണ്ടികളിലെ ഏറ്റവും ആരോടും സംസാരിക്കാതെ ബലം പിടിച്ചിരുന്ന സന്യാസിമാർ അവർ പോലും എന്ത് ചെയ്യുന്നു, ഈ പാട്ടിൽ ഈ മതം ഇവരെയൊക്കെ ഒന്നിച്ച് ചേർക്കുന്നു. നമ്മൾ ഇതൊക്കെ തിരിച്ചറിയുമ്പോൾ മാത്രമാണ് നമുക്ക് മതത്തിനൊരു ബദലും മതത്തിൽ നിന്നുള്ള മോചനമൊക്കെ സാധ്യമാവൂ എന്നുകൂടെ നമ്മൾ അറിയേണ്ടതാണ്. പിന്നെയ സന്യാസിമാരും പാടി മന്ത്രഗംഭീരമാം ശബ്ദത്തിൽ സാരം തിരിഞ്ഞില്ല ഞങ്ങൾക്ക് എല്ലാം സാരസനേത്രനു സൽക്കാരം. ഞാൻ അറിയുന്നേ നിത്യാന്ധർക്കതു കാണുക ശക്യമല്ലെന്നാലും കണ്ണൻ വന്നു തുറുങ്കിൽ ഈ ഞങ്ങളുടെ മുന്നിലിരുന്നു സോല്ലാസം. അപ്പോൾ അവിടെ കൃഷ്ണൻ വന്നു എന്നാണ്. ഇതെല്ലാ മത അനുഭവങ്ങളുടെയും ഒരു പൊതു സ്വഭാവമാണ്.
ഇപ്പോൾ ശ്രീ രവിശങ്കറിൻ്റെ ഈ മതാനുഭവത്തിൽ പങ്കെടുത്തുള്ള പലർക്കും രവിശങ്കറിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്തു എന്ന് പറയുന്നേക്കാം. സായിബാബയെ ഭജിക്കുന്ന പലർക്കും സായിബാബ അവിടെ വന്നു, ഒരേ സമയം സായിബാബ 10 ദിക്കിലുണ്ടായി എന്നൊക്കെയാണ് പറയുന്നത്. ഞാനറിയുന്നേൻ നിത്യാന്ധർക്കതു കാണുക ശക്യമല്ലെന്നാലും അവരെ സംബന്ധിച്ചിടത്തോളം ഇത് യാഥാർത്ഥ്യമാണ്. വേറൊരാൾക്ക് സായിബാബ അവിടെ ഒന്നെന്ന് പറയാൻ പറ്റില്ല, അയാളെ സംബന്ധിച്ച് സായിബാബ അവിടെ ഹാജരാണ്. കണ്ണൻ വന്നു തുറുങ്കിൽ ഈ ഞങ്ങളുടെ മുന്നിലിരുന്നു സോല്ലാസം, വളരെ ഉല്ലാസത്തോടി ചണനോട് വന്നിരുന്നു. ആ നില കാൺകെ പ്രേമത്താൽ പുളകാകുലമായി ജഗത്തെല്ലാം ആണ്. ലോകം മുഴുവനും പുളകാകുലമായി, പ്രേമത്താൽ പുളകാകുലമായി. എങ്ങനെ? ജയിലിനകത്താണ്. ജയിലിനകത്ത് മങ്ങിയ വെളിച്ചത്തിൽ കല്ലെരിയും തിന്ന് ജീവിക്കുന്ന മനുഷ്യർ അവരുടെ ഈ പാട്ടിൽ ശ്രീകൃഷ്ണൻ വരുന്നതോടുകൂടി അവർക്കെന്തായി? ഈ ലോകം മുഴുവനും പ്രേമത്താൽ പുളകാകുലമായി എന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് മതം പ്രവർത്തിക്കുന്നത്. രാപകലങ്ങു തുറുങ്കിൽ കീർത്തനരാഗം മാറ്റൊലി കൊള്ളിക്കെ കാരാകാരക പാലകർ ചുറ്റിലും ആരാൽ കൂടി ശ്രദ്ധിക്കെ. ഈ ഡ്രോസ് എ സർക്കിൾ എന്നുള്ള ഈ ഒരു വേറെ മനുഷ്യരും കൂടി ഇതിൽ വരികയാണ്. ഈ ഒറ്റ മരത്തിൽ കുരങ്ങുകളെ പോലെ ഇരുന്ന ഈ എന്താണ് ന്യൂ ഫൗണ്ട് ഫ്രണ്ട്ഷിപ്പിലൂടെ ഉണ്ടായി വന്നിട്ടുള്ള ഈ സൗഹൃദ സംഘത്തിലേക്ക് പുതിയ പുതിയ ആൾക്കാർ. ഒരു കാന്തമാണ് മതം എന്നത്. നമുക്കാണ് ആൾക്കാർ വികർഷിച്ചു പോകുന്നത്. അവരുടെ ഈ സാധനം അടിസ്ഥാനപരമായ മനുഷ്യ ചോദനകളോടാണ് സംവദിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ടോക്കിംഗ് ടു ദ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്, ഇറ്റ് ഈസ് ടോക്കിംഗ് ടു ദ ലിംബിക് സിസ്റ്റം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ആൾക്കാർ ആകർഷിക്കപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ ഈ മതക്കാരുടെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഹാളുകളിലൊന്നും ആൾക്കാർക്ക് നിൽക്കാൻ പറ്റില്ല. M.R. രാജേഷിൻ്റെ ഒരു ടോക്ക്, അദ്ദേഹം പറയുന്നത് വേദങ്ങളെക്കുറിച്ചാണ്. അതിൽ ജനലിലൂടെ ഇങ്ങനെ ആൾക്കാർ ഉറ്റി നോക്കും. നിൽക്കാൻ സ്ഥലമില്ല. ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ആയിട്ട് ജനങ്ങളിങ്ങനെ, ആരും നിർബന്ധിച്ചില്ല, അവരിങ്ങനെ ഹർഷാകുലരായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കുറേ ജനങ്ങൾ. കാരണം അവർ സംവദിക്കുന്നത് ഇത്തരത്തിലുള്ള ചില അടിസ്ഥാനമായ ചില ചോദനകളോടാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? രാപകലങ്ങു തുറുങ്കിൽ കീർത്തനരാഗം മാറ്റൊലി കൊള്ളിക്കെ. ഈ കീർത്തനരാഗം ആണ് ആൾക്കാരെ ആകർഷിക്കുക. അല്ലാതെ ജ്ഞാനോദയ പ്രസംഗങ്ങൾ ആൾക്കാരെ വികർഷിക്കുകയാണ് ചെയ്യുക. നമ്മുടെ യുക്തിവാദവും പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിനോട് ന്യായവാദങ്ങളൊക്കെ പറയുമ്പോൾ ആൾക്കാർ ആ വഴിക്കാണ് പോകും. അതേസമയം വെറുതെ കീർത്തനമാണ് ഇവിടെ പാടുന്നത് വെച്ചാൽ വെറുതെ റോഡിലെടുക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നു. അപ്പോൾ ഈ കാരാകാരക പാലകർ ചുറ്റിലും ആരാൽ കൂടി ശ്രദ്ധിക്കെ. ഈ പാട്ട് കേൾക്കാൻ ജയിലിലെ കാവൽക്കാരും ഭടന്മാരൊക്കെ വരികയാണ്. അപ്പം എന്തൊക്കെ വന്നു? നെയ്യുവിളക്കിന് നൈവേദ്യത്തിന് നിയമിച്ചോരോന്നെത്തിക്കെ. ഇങ്ങനെ വരാൻ തുടങ്ങി. ഫണ്ട് വരുന്നു, മനസ്സിലായില്ലേ? നെയ്യ് വിളക്ക് വരുന്ന നെയ്യ് വരണു, നൈവേദ്യത്തിനുള്ള സാധനങ്ങൾ എത്തുന്നു. ആയവർ ഞങ്ങളും കണ്ണനു കൂട്ടായി, ആയവർ ഞങ്ങളും കണ്ണനു കൂട്ടാം ആനായ ചെറുബാലകരായി. ഇത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. ഇവരൊക്കെ കുട്ടികളാവുകയാണ്. എല്ലാ മതക്കാരും പറയുന്നത് നിങ്ങൾ കുട്ടികളെ പോലെ നിഷ്കളങ്കരാവും, കുട്ടികളാവൂ എന്നാണ് ഓരോ ആളുടെയും ഓരോ മതത്തിൻ്റെയും നമ്മളോടുള്ള ഉദ്ബോധനം. എന്താണ്? വളരൂ, മുതിരൂ, സാപ്പരെ ഓടെ, സ്വന്തമായി ചിന്തിക്കൂ എന്നല്ല, നിങ്ങൾ കുട്ടികളെ പോലെ ആവൂ. നിങ്ങൾ രക്ഷിക്കൂ എന്ന് അർത്ഥിക്കുന്ന കുട്ടികളാവാനാണ് ഓരോ മതവും പറയുന്നത്. ഇതാണ് പലരുടെയും ഒരു പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും സ്വയം കുട്ടികളായി പോവുകയാണ്. ഇത് ആരാണ് ഒരു കഥാകാരി സന്ദർഭവശാൽ പറഞ്ഞ് ഞാൻ കാണേണ്ടേ, അമ്മയുടെയും അച്ഛൻ്റെയും അടുത്തെത്തുമ്പോൾ ഉണ്ടാകുന്ന സ്വയം കുട്ടിയാവൽ എന്നവർ പറയുന്നുണ്ട്. അങ്ങനെയുണ്ട്, നമ്മൾ കുട്ടികളാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യുന്നു? ആയവർ ഞങ്ങളും കണ്ണനു കൂട്ടാം ആനായ ചെറുബാലകരായി. ഈ ബാല്യത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ്
മതം കൊടുക്കുന്നത്. ഇതൊക്കെ സുഖകരമായ കാര്യങ്ങളാണ്. നമ്മൾ പറയണതൊക്കെ എന്താ? ഒക്കെ അസുഖകരമായ കാര്യങ്ങളാണ്. വളരുക, ഒറ്റക്ക് നിൽക്കുക, സ്വന്തമായി ചിന്തിക്കാൻ ധൈര്യപ്പെടുക, ഇതൊക്കെ വിഷമം പിടിച്ച കാര്യങ്ങളാണ്. അതേസമയം തിരിച്ച് കുട്ടികളാവൂ എന്ന് പറയുന്നത് സുഖകരമായ കാര്യങ്ങളാണ്. കാലികളായി, അവിടെ അതും പോയി, കുട്ടികളുമല്ല, കാലികളായി. ഒന്നും ആലോചിക്കാതെ കാലികളായി എന്നാണ്. ഒരു തിര്യക്കിൻ്റെ എക്സിസ്റ്റൻസിലേക്ക്, ഒരു മൃഗത്തിൻ്റെ അസ്തിത്വത്തിലേക്ക് പോവാണ്. ഒന്നും ആലോചിക്കണ്ടല്ലോ. എന്താണ് നമ്മളെ ഗോവിന്ദൻ നായർ ശ്ലോകം ഉണ്ടല്ലോ, വെറും പുല്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞൊരു മൂപ്പര്. അതായത് ഈ കൃഷ്ണൻ അങ്ങനെ മേയുന്ന, കൃഷ്ണൻ ജീവിച്ചിരുന്ന അവിടെ എന്താണ് ഒരു വെറും പുല്ലായാൽ മതിയായിരുന്നു. പുല്ലായാൽ മതിയായിരുന്നു ഹാ തിരുവമ്പാടിക്കകത്തന്നു ഞാൻ എന്നാണ് ഇയാൾ പറയാം. ഭക്തകവി ഒരു ഗോവിന്ദൻ നായരുണ്ടായിരുന്നു, മൂപ്പര് പറയാം. അപ്പോൾ അതുപോലെ കാലികളായി വൃന്ദാരണ്യച്ചോലയിൽ മെത്തും പുല്ലുകളായി, ഇതൊക്കെയാണ് ആൾക്കാരാവുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് മതം ഇവർക്ക് കൊടുക്കുന്നത് നോക്കൂ. ആദ്യം അവർ ബാലകരാവുന്നു, മൃഗങ്ങളാവുന്നു, അതിലും താഴെ ബോധം പോലുമില്ലാത്ത പുല്ലാവാൻ. ഈ തരത്തിലുള്ള അസ്തിത്വ അവസ്ഥകളൊക്കെ നൽകാൻ ഈ മതാനുഭവത്തിന് കഴിയുന്നു എന്നുള്ളതാണ്. അതാണ് മതാനുഭവം എന്നതിനെക്കുറിച്ച് പറയുന്നത്. മതാനുഭവം നിങ്ങളെ വിമോചിപ്പിക്കുന്നു. ഈ ലോകം നൽകുന്ന തടവറയിൽ നിന്ന് ഈ ബഹിഷ്കൃതരായ മനുഷ്യരെ അവരുടെ ലോകം പ്രേമത്താൽ പുളകാകുലമാവുകയും സ്വന്തം അസ്തിത്വം ബാലകരുടേതും കാലികളുടേതും പുല്ലുകളുടേതുമാവുന്ന സുഖകരമായ അസ്തിത്വാവസ്ഥകളിലേക്ക് അവരെത്തിക്കുകയും ചെയ്യുന്നു. അതാണ് മതാനുഭവത്തിൻ്റെ അട്രാക്ഷൻ, അതിൻ്റെ ആകർഷണം. നമുക്ക് നൽകാൻ ഒരിക്കലും കഴിയാത്തതാണ്. കാളിയ പന്നകമായി പാപം കാളിന ഞങ്ങളുടെ പത്തികളിൽ, കേളി മുഴങ്ങിന മർദ്ദന നർത്തന കേളികളാടി ഗോപാലൻ. കാളിയമർദ്ദനം എന്ന സുഗതകുമാരിയുടെ ഒരു പ്രസിദ്ധ കവിതയുണ്ട്. ഇതൊക്കെ ഈ റിലീജിയസ് ഐക്കൺസ് ഒക്കെ ഇതാണ്, ഈ രീതിയിലുള്ള നമ്മുടെ ത്വരകളെയാണ് തൃപ്തിപ്പെടുത്തുന്നത്. സ്വയം പാപവിമുക്തരാവാണ്. ഞങ്ങളുടെ പാപങ്ങളൊക്കെ ഞങ്ങളുടെ തലയിൽ ഈ കണ്ണൻ വന്ന് ചവിട്ടി ഇല്ലാതാക്കുന്നു. കാളിയമർദ്ദനം എന്ന ഇമേജ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥ ഉണ്ടല്ലോ, സ്വന്തം അസ്തിത്വം വിസ്മൃതമാകുന്ന നൃത്തത്തിൻ്റെയും ഗാനത്തിൻ്റെതുമായ മതാനുഭവം, ഇതാണ് ആദിമതം. യഥാർത്ഥത്തിൽ സത്യമതം എന്ന ഇതാണ്. ഒരു 50,000-70,000 കൊല്ലം മുമ്പേ നമ്മളൊക്കെ യാത്ര പുറപ്പെട്ട ആഫ്രിക്കയിലുണ്ടായ മതമാണിത്. ഈ നൃത്തത്തിലൂടെയും ഗാനത്തിലൂടെയും സ്വന്തം അസ്തിത്വ വിസ്മൃതി സാധ്യമാക്കുക എന്നുള്ളത്, ഇതാണ് സത്യമതത്തിൻ്റെ, ഇതാണ് സത്യമതം. ഏക സത്യമതം ഇത് മാത്രം. മതത്തിൻ്റെ അടിസ്ഥാനം ഇതാണ്. സോങ്, ഡാൻസ് ആൻഡ് ട്രാൻസ് എന്നാണ് അതിൻ്റെ 3 അടിസ്ഥാന ഘടകങ്ങൾ. നൃത്തവും ഗാനവും ട്രാൻസ് വിസ്മൃതി. നമ്മൾ നേരത്തെ ആ ചിത്രം കാണിച്ചു. ആൾക്കാർ ബോധരഹിതരായി നിലത്ത് കിടന്ന് ഉരുളുകയാണ്. പൂന്താനം പറയുന്നുണ്ടല്ലോ അങ്ങനെ. അതാണ് ചെയ്യേണ്ടതാണ് പറയുന്നത്. ഈ വിസ്മൃതിയിൽ കിടന്ന് ഉരുളാനാണ് പറയുന്നത്. ഭക്തി വിസ്മൃതിയിൽ, സ്വയം വിസ്മൃതിയിൽ ട്രാൻസ് സ്റ്റേജിലേക്ക് പോവാം. ഇപ്പോൾ സ്വന്തം തല കൊണ്ട് ആണിയടിച്ച് ഉറപ്പിക്കുന്ന വിശ്വാസികൾ, പൂക്കുല കൊണ്ട് കളം വായിക്കുന്ന വിശ്വാസികൾ, മറുഭാഷയിൽ സംസാരിക്കുന്ന ആൾക്കാർ, ഇങ്ങനെയൊക്കെ നമുക്ക് കാണാം. ഇതൊക്കെ ഈ സത്യമതമാണ് വാസ്തവത്തിൽ. ആഫ്രിക്കയിലുള്ള ഈ മതത്തിൻ്റെ ഒരു രൂപം ഇന്നും ഈ സത്യമതം എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ഡോക്യുമെൻ്ററി, ഒരു ആന്ത്രപ്പോളജിസ്റ്റ് 1960 എടുത്തിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ്. ഇതാണ് നമ്മുടെ ആദിമതം. നമ്മുടെ ചികിത്സയും നമ്മുടെ ആരാധനയും ഒക്കെ ഈ നൃത്തവും ഗാനവും വിസ്മൃതിയും ചേർന്നുള്ള ആദിമ സത്യമതം ആയിരുന്നു. ഇതിൻ്റെ വിവിധ എക്സ്പ്രഷൻസ് നമുക്കിന്ന് കാണാം. പോട്ടയിൽ പോയി രോഗചികിത്സയാണ് നടക്കുന്നത്. അവിടെ എന്താണ്? പാട്ടും ഡാൻസും വിസ്മൃതിയും. ആൾക്കാർക്ക് രോഗം മാറുന്നു.
വാസ്തവത്തിൽ നമ്മളിപ്പോൾ കണ്ടേ ഒരു 50,000-60,000 കൊല്ലം മുമ്പേ കൊല്ലമായി തുടർന്നു വരുന്ന ആഫ്രിക്കയിലെ നമ്മുടെ പൂർവികർ തുറന്നു പോന്നിട്ടുള്ള ആദ്യ മതത്തിൻ്റെ എക്സ്പ്രഷൻസാണ് പോട്ടയിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് പോട്ടയിൽ ആൾക്കാർ ഇങ്ങനെ പോയി, പോട്ടയിൽ രോഗവിമുക്തിക്ക് ആൾക്കാർ പോകുന്നത്. ഈ ആദ്യ മതം കൊടുക്കുന്ന വിസ്മൃതിയും മതാനുഭവവും ഒക്കെ കൂടി ചേർന്നാണ് അവർക്ക് ഈ സോക്കോൾഡ് വിമുക്തി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ 1,00,000 വർഷം മുമ്പേ ആഫ്രിക്കയിൽ ജീവിച്ചിരുന്ന ഒരു സംഘം വേട്ടക്കാരുടെ അനന്തര തലമുറയാണ് നമ്മൾ. ആകെ ഒരു ബ്രീഡിങ് 600 പേര് മാത്രം തോളം ചുരുങ്ങിപ്പോയ ഒരു ഘട്ടം മനുഷ്യർക്കുണ്ടായിരുന്നു പറഞ്ഞു. അങ്ങനെ വളരെ ചുരുങ്ങിയ ഒരു ഗോത്രത്തിൽ നിന്നാണ് നമ്മൾ മൊത്തം ഉണ്ടായി വന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെ അഡാപ്റ്റേഷൻസ് തന്നെയാണ്. നമുക്ക് എവിടെ പോയിരുന്നാലും എല്ലാ മതത്തിലും അടിസ്ഥാനപരമായി ഈ സത്യമതത്തിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്കിന്നും കാണാം. നമ്മുടെ എല്ലാ മതങ്ങളും ഈ ആഫ്രിക്കൻ പ്രപിതാക്കളുടെ പാട്ടും നൃത്തവും ഈ വിസ്മൃതി ഉറയലുണ്ടല്ലോ, ഉറയൽ, ആ ഉറയലുമടങ്ങിയ ആദ്യ മതത്തിൻ്റെ നിഴലുകൾ പേറുന്നു നമുക്ക് കാണാം. കളം മൈക്കലായാലും കൊടുങ്ങല്ലൂർ ഭരണിയായാലും ഈ പെന്തക്കോസ്തൽ ആകാശത്തോടുള്ള പ്രാർത്ഥനയായാലും ഈ സൂഫി നൃത്തങ്ങളായാലും നമസ്കാരത്തിൽ പോലും വളരെ ശൈലീകൃതമാണെങ്കിൽ പോലും നമസ്കാരത്തിൽ പോലും 5 നേരമുള്ള നമസ്കാരത്തിൽ പോലും ഇതിൻ്റെ നിഴലുകൾ നമുക്ക് കാണാം. ആദിവാസികളുടെ മതം ഇന്നും ആദിമ മതത്തോട് വളരെ അടുത്ത് നിൽക്കുന്നതാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ വയനാട് നിന്ന് റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണിത്. ഈ സംസ്കാരത്തിൻ്റെ തടവറിൽ നിന്ന് കാളിയ പന്നകമായി മാറുകയാണ് ആൾക്കാരുടെ. അവരുടെ വ്യക്തിത്വം എന്താവുന്നു എന്നുള്ളതാണ്. ആ സ്വയം വിസ്മൃതിയിലേക്ക് പോവുകയാണ്. അവരുടെ വ്യക്തിത്വമേ മാറി. ആദിമതത്തിൻ്റെ സോങ്, ഡാൻസ് ആൻഡ് ട്രാൻസ് ആ മതാനുഭവം ഇന്നും പരിഷ്കൃതമെന്ന് പറയാവുന്ന ഈ ഒരു സോക്കോൾഡ് ഹിന്ദു മതത്തിൻ്റെ ഇതിൽ പോലും നമുക്ക് പല ധാരകളിലും പ്രകടമായി കാണാം. ഭരണിക്ക് പോകല്ലേ നാട്ടുകാരെ എന്ന് സഹോദരൻ അയ്യപ്പൻ വളരെ ബുദ്ധിമുട്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആൾക്കാർ പോയിരിക്കും. കാരണം അത് നമ്മൾ പറയുന്നത് പോലെ യുക്തി കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നൊരു വിഷയമല്ല. ഭരണിക്ക് പോകല്ലേ കൂട്ടുകാരെ നാട്ടുകാരെ എന്ന് പറഞ്ഞുകൊണ്ട് ഭരണിക്ക് പോകാതിരിക്കില്ല ആൾക്കാർ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലായിരുന്നെങ്കിൽ സഹോദരൻ അയ്യപ്പനെ പോലെ ഇത്രയും സ്വാധീന ശക്തി ഉണ്ടായിരുന്ന ഒരു അദ്ദേഹം പോയി പറഞ്ഞിട്ട് ഒന്നും സംഭവിച്ചില്ല. ഭരണി പിന്നെയും നടന്നു. പക്ഷേ നമുക്ക് സാധിച്ചു. വലിയൊരളവോളം അതിലെ ഈ കോഴിയറവും മറ്റു കാര്യങ്ങളൊക്കെ ആ നിലയ്ക്ക് നമുക്ക് സാധിക്കില്ല എന്നല്ല ഞാൻ പറയണത്. പക്ഷേ അടിസ്ഥാനപരമായ ആ ഒരു അതിൻ്റെ പുള്ളുണ്ടല്ലോ, വലി, അത് എളുപ്പത്തിൽ നമുക്ക് അത്ര എളുപ്പത്തിൽ ആർഗ്യുമെൻറ്റുകൾ കൊണ്ട് മാറ്റാൻ പറ്റുന്ന ഒരു സംഗതിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നടു റോട്ടിൽ ഒരു മുണ്ട് മടക്കി കുത്തി തൻ്റെ കുടവയറും കാണിച്ച് ഇങ്ങനെ ഒരാൾ ഷർട്ടിടാതെ ഈ റോഡിലൂടെ സാധാരണ നിലക്ക് നടന്നു പോവില്ല. നമ്മൾ ഒരു ഷർട്ടിൻ്റെ ബട്ടൺ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇതുണ്ടാവും. യാതൊരു പ്രശ്നമില്ല. അവരുടെ അസ്തിത്വമേ മാറി, വേറെ ആൾക്കാരായി. കാളിയ ഈ പറഞ്ഞ പോലെ അനായ ചെറു ബാലകരായി, കാലികളായി, വൃന്ദാരണ്യ പുല്ലുകളായി മാറുകയാണ് മനുഷ്യർ. ഇതാണ് മതാനുഭവം നൽകുന്ന വിമോചനം. സംസ്കാരത്തിൻ്റെ തടവറുകളിൽ നിന്നുള്ള വിമോചനവും കൂടി കൊടുക്കുന്നതാണ്. ആ കുട്ടികളും മുതിർന്നവരും ഒക്കെ ഒരുപോലെ. ഇതെന്താണ് സംഭവിച്ചത്? ഈ നമ്മുടെ ന്യൂറോ കെമിസ്ട്രി മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ രാസഘടനകളൊന്നും അറിയാതെ തന്നെ somehow our ancestors stumbled upon combination of activities that could stimulate and boost serotonin, dopamine, epinephrine, norepinephrine, oxytocin, endorphins. ഇതൊക്കെ അറിഞ്ഞിട്ട് ചെയ്തതല്ല. പക്ഷേ ചില ഈ നമ്മൾ പറഞ്ഞ നൃത്തവും പാട്ടും ഉറയലും ഒക്കെ കൂടിയുള്ള ഈ ആദ്യ മതം എന്നത് ഈ സാധനങ്ങളൊക്കെ ഒരേ സമയത്ത് മസ്തിഷ്കത്തിൽ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ ഉള്ള ഒരു പ്രവർത്തനമാണ്. അവരത് മനഃപൂർവ്വം ഡിസൈൻ ചെയ്തൊരു സാധനമല്ല. സംഹൗ അവർ ആൻസസ്റ്റേഴ്സ് സ്റ്റംബിൾഡ് അപ്പോൺ എന്നാണ്. അതിന് മുകളിൽ അവർ യാദൃച്ഛികമായി കണ്ടെത്തുകയാണ്. ഇതെന്തൊക്കെയാണ്? കെമിക്കൽസ് ദാറ്റ് ഇൻഫ്ലുവൻസ് പ്ലഷർ, ഫെയർ, ലവ്, ട്രസ്റ്റ്, സെൽഫ് എസ്റ്റീം, അറ്റാച്ച്മെൻറ്റ്. ഇതൊക്കെ നമ്മുടെ തലച്ചോറിൽ ഉണ്ടാക്കുന്ന രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനുള്ളൊരു പ്രക്രിയയാണ് ഈ മതാനുഭവം എന്നത്. ആദിമതത്തിൻ്റെ അനുഭവം. അവിടെ ഫിയറുണ്ട്, ഭയമുണ്ട്. അതാണ് റിലീജിയസ് ഓ. റിലീജിയൻ എന്ന് വെച്ചാൽ അതിൽ പേടിയും കൂടി ഉണ്ട്. നമ്മൾ
വലിയ കെട്ടിടങ്ങളിലാണ്. അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്വയം ചെറുതായി തോന്നും ചിലപ്പോൾ. അല്ലെങ്കിൽ ആ റിലീജിയസ് അനുഭവങ്ങളിലൊക്കെ തന്നെ അതിന് റിലീജിയസ് ഓവ് എന്ന് തന്നെ പറയുന്നത് ഒരു ഭീതിയുടെ എലമെൻ്റ് ഉണ്ട്. പ്രേമം നമ്മൾ കണ്ടു, പ്രേമത്തിൻ്റെ എലമെൻ്റ് ഉണ്ട്, വിശ്വാസത്തിൻ്റെ എലമെൻ്റ് ഉണ്ട്. എല്ലാം സ്വാമ്യമായാണ്. പിന്നെ കല്ല് സ്വാമി, മുള്ളു സ്വാമി, വാവര് സ്വാമി, ബസ് സ്വാമി. അവിടെ പി കുഞ്ഞിരാമൻ നായരുടെ ഇതിൽ മൂപ്പര് അമ്പലത്തിൽ പോയ ഈ ശബരിമലയിൽ പോയ ഒരു വർണ്ണിക്കുന്നുണ്ട്. മൂപ്പര് പറയുന്നതാണ് മരം സ്വാമി, മുള്ളു സ്വാമി, കല്ല് സ്വാമി, ഒക്കെ സ്വാമിമയ. അപ്പോൾ ഈ മതാനുഭവം എന്നത് ട്രസ്റ്റ്, ലവ്, അതുപോലെ തന്നെ അവനവൻ വളരെ സെൽഫ് എസ്റ്റീം ഉയർന്നതായി തോന്നും. വളരെ പൊതുവേ ഒരു 1000 കടവും 100,000 പ്രശ്നങ്ങളും ജോലി സ്ഥലത്തെ പ്രശ്നങ്ങളൊക്കെയുള്ള മനുഷ്യൻ ഈ ഒരു മതാനുഭവത്തിലൊരു പ്രാർത്ഥന കൂടാൻ പോകുമ്പോഴേക്കും ഞാൻ എന്തിനൊക്കെയോ കൊള്ളുന്നവനാണ് എന്ന ബോധമായിട്ടാണ് തിരിച്ചു വരാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റുന്നത്. തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ കൊണ്ടുപോയിരിക്കും. സെൽഫ് എസ്റ്റീം, അറ്റാച്ച്മെൻറ്റ്, ഇവരൊക്കെ ഒന്നിച്ച് പോവാണ്. അവിടെയാണ് ഈ കല്ല് സ്വാമി, മുള്ളു സ്വാമിയൊക്കെ ആവുന്നത്. എല്ലാവരും അറ്റാച്ച്മെൻറ്റ്, അടുത്തവനൊക്കെ എല്ലാവരും സ്വാമി സ്വാമി എന്നാണ് വിളിക്കുന്നത്. ആദിമതത്തിൻ്റെ സ്വാധീനമുള്ളത് അതിൻ്റെ ഒരു വലിയൊരു എക്സ്പ്രഷനാണ് ശബരിമല ഇപ്പോൾ കാണുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു വലിയൊരു എക്സ്പ്രഷനാണ് ശബരിമലയുടെ. അതുകൊണ്ടാണ് ശബരിമല ഇത്രയും അട്രാക്റ്റീവ് ആയിരിക്കുന്നത്. പല ദൈവങ്ങളും ക്ലച്ച് പിടിക്കാത്തടത്ത് ശബരിമല ഇപ്പം ക്ലച്ച് പിടിക്കുന്നതിൻ്റെ കാരണം അത് ഈ ആദിമതത്തിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങളുമായി കുറേയൊക്കെ ഒത്തുപോകുന്നൊരു സാധനമായതുകൊണ്ടാണ്. അപ്പോൾ ഈ ഭയവും സ്നേഹവും വിശ്വാസവും പിന്നെ ആത്മവിശ്വാസവും സെൽഫ് എസ്റ്റീമും അതുപോലെ തന്നെ സൗഹൃദങ്ങളും ഇതൊക്കെ ഉണ്ടാക്കുന്ന രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു പ്രക്രിയയാണ് ആദിമതം. അതിൻ്റെ ഈ നൃത്തവും ഉറയലും പാട്ടുമൊക്കെ, അത് അയ്യപ്പൻ പാട്ടായിക്കോട്ടെ, കളം വായിക്കലായിക്കോട്ടെ, മറ്റ് ഈ ആദിവാസികളുടെ നൃത്തമായിക്കോട്ടെ, എല്ലാ ആദിമതവും ഇതാണ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ കീ ടു ദ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ദ എൻഡ്യൂറിങ് പ്ലേസ് ഓഫ് റിച്വൽസ് ഇൻ ഓൾ കൾച്ചേഴ്സ്. അപ്പോൾ നമ്മൾ കടവുൾ ഇല്ലേ ഇല്ല എന്ന് പറയുമ്പോൾ അതൊരു പരിഹാരമാവുന്നില്ല. കാരണം നമ്മൾ റീസണാണ് പറയുന്നത്. ദർ ഈസ് നത്തിങ് ലൈക്ക് ദം. മതാനുഭവത്തോട് തത്തുല്യമായ വേറൊരു അനുഭവമില്ല. അത്ര ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള അനുഭവമാണ്. മനസ്സിലായില്ലേ? പ്രേമിക്കുമ്പോൾ നിങ്ങൾ പ്രേമിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഭയപ്പെടുമ്പോൾ നിങ്ങൾ ഭയപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. ഇതങ്ങനെയല്ല. ഇത് പ്രേമമുണ്ട്, ഭയമുണ്ട്, വിശ്വാസമുണ്ട്, സ്നേഹമുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതുകൊണ്ടാണ് കാലാകാലമായി കഴിഞ്ഞ ഒരു 19,000 വർഷമായി വിവിധ രൂപങ്ങളിലൂടെ മതങ്ങൾ നമ്മുടെ ഇടയിൽ നിലനിന്ന് പോരുന്നതും നമ്മുടെ മീറ്റിങ്ങുകൾ ശുഷ്കവും അവരുടെ മീറ്റിങ്ങുകൾ സമൃദ്ധവും ആവുന്നത്. ഇതിൽ ഓരോ കെമിക്കൽ, സിറോട്ടോണിൻ, ഈ സിറോട്ടോണിൻ എന്ന സാധനം, ഇതൊക്കെ മത അനുഭവത്തിൽ മസ്തിഷ്കത്തിൽ ഉണ്ടാകുന്ന രാസവസ്തുക്കളാണ്. ഈ സിറോട്ടോണിൻ കുറയുമ്പോഴാണ് ഡിപ്രസ്ഡ് ആവുന്ന ആൾക്കാർ. എന്നെ ഒന്നിനും കൊള്ളില്ല, എന്തിനാ ജീവിക്കുന്നത്, പോയി ചത്തളാൻ എന്തോന്ന് അവസ്ഥയുണ്ടല്ലോ, ഒന്നിനും താല്പര്യമില്ല, വെറുതെ ഇങ്ങനെ കിടക്കുക. ഇത് സിറോട്ടോണിൻ കുറയുന്നതുകൊണ്ടാണ്. അപ്പോൾ സിറോട്ടോണിൻ കൂട്ടാനുള്ള മരുന്ന് കൊടുക്കുന്നതുകൂടിയാണ് അവരുടെ ഡിപ്രഷൻ മാറുന്നത്. ഈ സാധനം മതാനുഭവത്തിലും ഉണ്ടാകുന്നത്, ഈ ഡാൻസിലും നൃത്തത്തിലും. അതിന് ദൈവം വേണമെന്നൊന്നുമില്ല, മനസ്സിലായില്ലേ? അത് ഒരു റോക്ക് മ്യൂസിക് കൺസർട്ടിന് പോയാലും ഇതേ മതാനുഭവമുണ്ട്. പിന്നെ ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആനന്ദത്തിൻ്റെ, എല്ലാ തരത്തിൽ ആനന്ദത്തിൻ്റെയും താക്കോൽ അവിടെയാണ്. ഡോപ്പമിനർജിക് സിസ്റ്റമാണിത്. ഈ ഒരു പോയിന്റിൽ ഒരു നീഡിൽ കുത്തി വെച്ചിട്ട് ഒരു എലിയെ, ഇത് മനുഷ്യനാവുന്നതിന് എത്രയോ മുമ്പേ ഈ ആനന്ദത്തിനുള്ള സർക്യൂട്ട് അവിടെ തലച്ചോറിലുണ്ട്. ഇവിടെ ഒരു നീഡിൽ കുത്തി അതിലൊരു ഇലക്ട്രിക് കണക്ഷൻ കൊടുത്തിട്ട് ഒരു എലിയെ ഒരു ബട്ടണും കൊടുത്തു കഴിഞ്ഞാൽ ഈ ബട്ടൺ അമർത്തി ഇങ്ങനെ ഇരുന്നോളും. ഭക്ഷണം കഴിക്കില്ല, വേറൊന്നും ചെയ്യില്ല, വെള്ളം പോലും പിടിക്കില്ല. അങ്ങനെ അമർത്തി ഇരിക്കും. കാരണം അത് വേറൊന്നും വേണ്ട, ആനന്ദാനുഭവം. അതിനപ്പുറത്തേക്ക് വേറൊന്നും വേണ്ട, അത്രയും. കാരണം ഈ ഡോപ്പമിനാണ് എല്ലാ ആനന്ദത്തിൻ്റെയും. ഇത് പ്ലഷർ സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ഇതിന് അവരുടെ ഒരു പുസ്തകത്തിൽ, പ്ലഷർ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഷോപ്പിംഗ്, ഓർഗാസം, ലേണിംഗ്, highly caloric foods, gambling, prayer, dancing till you drop and playing on the internet, they all evoke neural signals that converge on a small group of interconnected brain areas called the medial forebrain pleasure circuit. നമ്മുടെ സന്തോഷമുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഫൈനൽ കോമൺ പാത്വേ ഈ ഒരു രാസവസ്തുവാണ് ഡോപ്പമിൻ. തലച്ചോറിൽ ഡോപ്പമിൻ ഉണ്ടാക്കുന്ന ന്യൂറോണുകളുടെ സ്റ്റിമുലേഷൻ അതിലാണ്. അപ്പോൾ ഇതും മതാനുഭവം ഉണ്ടാക്കുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്സിറ്റോസിൻ നമ്മൾ നേരത്തെ പറഞ്ഞു, അറ്റാച്ച്മെൻറ്റ്, സ്നേഹം ഉണ്ടാക്കുന്നത്. ഓക്സിറ്റോസിൻ റിലീസും മതാനുഭവത്തിൻ്റെ ഭാഗമാണ്. അഡ്രിനാലിൻ
അഡ്രിനാലിൻ എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സിൻ്റെ ഹോർമോണാണ്. പെട്ടെന്ന് നമ്മളൊരു ഭീഷണി, എന്താ പറയുക, നമ്മൾ ടെമ്പററി ബേസ്റ്റ് ഓഫ് സ്ട്രെങ്ത് ആണ് ഉണ്ടാക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു ഭീഷണി നേരിടുമ്പോൾ ഫ്ലൈറ്റ് ഓർ ഫൈറ്റാണ്. ഒന്നുകിൽ അതിനെ യുദ്ധം ചെയ്യണം, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടണം. ഇത് രണ്ടിനും വേണ്ടത് പെട്ടെന്ന് ഉണ്ടാകുന്നൊരു ശക്തിയാണ്. ഇതുകൊണ്ടാണ് പെട്ടെന്ന് ഈ അഡ്രിനാലിൻ റഷാണ് ആ കട്ടിലെടുത്ത് ഇങ്ങനെ പൊക്കുന്നത്. ഗംഗ മണിച്ചിത്രത്താഴിൽ ഇങ്ങനെ പൊക്കുന്നില്ല പെട്ടെന്ന്. അത് സഡൻ ബേസ്റ്റ് ഓഫ് സ്ട്രെങ്ത് ആണ്. കാറിൻ്റെ ടയറിൻ്റെ അടിയിൽ പെട്ട കുട്ടിയെ ഒരമ്മ പെട്ടെന്ന് കാറെടുത്ത് പൊക്കി രക്ഷിച്ചു. അസാധ്യമല്ല, കാരണം അത്ര ടെമ്പററി ബേസ്റ്റ് ഓഫ് സ്ട്രെങ്ത് അഡ്രിനാലിൻ റഷ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇമ്പോസിബിൾ ഫിസിക്കൽ ഫീറ്റ്സ് ചെയ്യാൻ പറ്റുന്നത്, ലൈക്ക് സച്ച് ആസ് എ മദർ ലിഫ്റ്റിംഗ് എ കാർ ടു ഫ്രീ ഹെർ ചൈൽഡ്. ഇതുപോലെ അഡ്രിനാലിൻ റിലീസ്, ഇതും നമ്മുടെ ഈ ആദിമതാനുഭവത്തിൻ്റെ ആ സമയത്തുണ്ടാകുന്നത്. ഇതൊരു വലിയ കോക്ടെയിലാണ്. ഈ സാധനങ്ങളൊക്കെ കൂടിയാണ് ശരീരത്തിലേക്ക് ഒന്നിച്ച് അടിച്ച് കയറുന്നത്. മനസ്സിലായ? ഇതാണ് അവർ കണ്ടെത്തിയ സൂത്രം. ഇപ്പോൾ പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് ലഹരി ഉണ്ടാക്കാൻ ഒരാൾ കണ്ടുപിടിച്ചത്. ഇതുപോലെ ഒരു ലഹരി ഉണ്ടാക്കാനുള്ളൊരു വഴിയാണ് വാസ്തവത്തിൽ ഇത്. എല്ലാ സാധനങ്ങളും കൂടി ചേർത്തുള്ള ഗംഭീര കോക്ടെയിൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള ആനന്ദമുണ്ടാക്കുന്ന, ഭയമുണ്ടാക്കുന്ന, നമ്മുടെ സെൽഫ് എസ്റ്റീം ഉണ്ടാക്കുന്ന, ഈ മാതിരി വ്യത്യസ്തമായ ശക്തി ഉണ്ടാക്കുന്ന എല്ലാ കെമിക്കലുകളെയും പെട്ടെന്നൊരു നിമിഷം കൊണ്ട് നമ്മുടെ ഉള്ളിൽ അങ്ങ് ഫ്ലാഷ് ചെയ്യണം, പെട്ടെന്ന് അങ്ങ് നിറയ്ക്കുകയാണ് ചെയ്യും. പിന്നെ എൻഡോർഫിൻസ്, വേദനാസംഹാരികളാണ് എൻഡോർഫിൻസ്. ഞാൻ വളരെ വിശദമായിട്ട് പോകുന്നില്ല, ഇതൊക്കെ ഉണ്ടാകുന്ന സാധനങ്ങളാണെന്ന് മാത്രം. ഈ എൻഡോർഫിൻസ് ആണ് എന്തുണ്ടാക്കുന്നത് പലപ്പോഴും. എൻഡോർഫിൻസ് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വേദനാസംഹാരികളാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല, പരിണാമത്തിലൂടെ നമുക്ക് ശ്രദ്ധിച്ചിട്ടുള്ളൊരു സിസ്റ്റമാണ്. വളരെ സ്പീഡിൽ നമ്മളൊരു പിന്നാലെ ഇരയാവാൻ നമ്മൾ രണ്ട് പ്രശ്നങ്ങളാണ് ആദ്യ മനുഷ്യനുള്ളത്. ഒന്ന് നമ്മൾ ഇരയാവാതിരിക്കണം, രണ്ട് നമുക്ക് ഇര പിടിക്കണം. രണ്ടായാലും ഓട്ടം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇരയാവാതിരിക്കാനുള്ളൊരു ഓട്ടത്തിനിടയിൽ പെട്ടെന്ന് കാല് എവിടെ തട്ടി മുറിഞ്ഞു, അല്ലെങ്കിൽ ഒരു മസിലൊരു വലിവ് പറ്റി, ആ വേദന അയ്യോ എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നാൽ നമ്മൾ പുലിയുടെ വായിലെത്തി. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ പുലിയുടെ വായിലെത്തിപ്പോയിട്ടുണ്ടാവും. പക്ഷേ എൻഡോർഫിൻ എന്നുള്ള സിസ്റ്റം ഇത് മനുഷ്യന് മാത്രമല്ല, പല താഴെയുള്ള ജീവിതത്തിലുണ്ട്. ഞാൻ മനുഷ്യൻ എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ മാത്രം പരിണാമചരിത്രമല്ല, നമ്മുടെ സസ്തനികളുടെ മൊത്തം പരിണാമചരിത്രമാണ് നമ്മൾ ഓർക്കേണ്ടത്. അവിടെ ഉണ്ടായിട്ടുള്ള സാധനമാണ് എൻഡോർഫിൻ. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പം പെട്ടെന്ന് വേദന അറിയില്ല. അതുകൊണ്ടാണ് യുദ്ധക്കളത്തിൽ കൈ അറ്റുപോയത് ആൾക്കാർ ഇങ്ങനെ നോക്കുകയാണ്, കാരണം വേദന അറിയില്ല. മനസ്സിലായില്ലേ? കൈ അറ്റുപോയി എന്നുള്ളത് ഇയാൾ കാണുമ്പോഴാണ് എൻ്റെ കൈ അറ്റുപോയി, കാരണം വേദന അറിയില്ല. കാരണം അത്രയും എൻഡോർഫിനുകളിലാണ് അതിലിരിക്കുന്നത്. എൻഡോർഫിൻസിൻ്റെ കൊണ്ടിങ്ങനെ കുളിച്ചിരിക്കുകയാണ്. അപ്പോൾ അതാണ് താൽക്കാലിക വേദനാസംഹാരികൾ. ഇതുള്ളത് കൊണ്ടാണ് കോട്ടയിലും മറ്റ് അത്ഭുത രോഗശാന്തി കേന്ദ്രങ്ങളിലൊക്കെയും ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ എൻഡോർഫിൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ ആദിമതാനുഭവത്തിൽ. അപ്പോൾ വടി വെച്ച് നടന്ന ആൾ വടി ഉപേക്ഷിച്ച് നടക്കും, കാരണം കുറച്ച് നേരത്തേക്ക് ഇയാളുടെ വേദന ഇയാൾ അറിയില്ല. ഇങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്. ആദിമതാനുഭവം ഒരു ചികിത്സാനുഭവം നമ്മൾ നേരത്തെ കണ്ടു. ഒരു രോഗിയെ കൊണ്ട് നടക്കാൻ പറ്റാത്ത രോഗിയെ പിടിച്ച് നടക്കും. ചിലപ്പോൾ അയാൾ ഒരു 2-3 റൗണ്ട് കഴിഞ്ഞാൽ ഈ പിടി വിട്ട് അയാൾ നടക്കാൻ തുടങ്ങും, കാരണം എൻഡോർഫിൻസ് വേണ്ടത്ര ശരീരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ മതാനുഭവത്തിൻ്റെ ഒരു രസതന്ത്രം. ഈ ധർമ്മങ്ങളുണ്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ രീതിയിലുള്ള അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കുന്നതുകൊണ്ട് പരസ്പരം ഇവരുടെ തമ്മിലുള്ള അനുഭവങ്ങൾ, ഈ സമൂഹത്തിൽ ഇതിൽ പങ്കെടുക്കുന്ന സമൂഹാംഗങ്ങൾ തമ്മിൽ ഒരു ഐക്യരൂപ്യം, സ്നേഹമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ വേറൊരു ഘട്ടമാണ്. അതായത് നമ്മൾ അട്രാക്റ്റ് നമ്മൾ പറഞ്ഞല്ലോ, ഇതുപോലുള്ളൊരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ എല്ലാവരും അതിൽ പെടുകയാണ് ചെയ്യും. ഒരുമിച്ചൊരു പ്രവൃത്തി ഒരേ താളത്തെ ചെയ്യുമ്പോൾ അവർ തമ്മിൽ ഒരു ഒരുമയുണ്ടാവും. അതാണ് ഇവരൊക്കെ ഒന്നായി എന്ന് പറയുന്നില്ലേ, നമ്മളെ പഴയ കവിതയിൽ നമ്മൾ കാണുന്നില്ല, ഇവരെല്ലാം ഒന്നാവുകയാണ്. ഈ ഉള്ള ആൾക്കാർക്ക് പുറമെ വരുന്ന കാരാകാര പാലകർ കൂടി, വെറുതെ ഇന്നസെൻ്റായിട്ട് നിൽക്കുന്ന ആൾക്കാർ പോലും ഈ ആദിമത സ്വാധീനത്തിൽപ്പെട്ട് അവരോട് ഡാൻസ് ചെയ്യും, പാടുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നൃത്തം ചെയ്യുന്ന ഒരു സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ നൃത്തം ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റാത്തത്. അതുകൊണ്ടാണ് നല്ലൊരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ താളമടിച്ചു പോകുന്നത്. നമ്മുടെ മിറർ ന്യൂറോൺസ് നമ്മളെ അനുകരിക്കാനുള്ള സ്വഭാവം നമ്മുടെ തലച്ചോറിലുണ്ട്. നമ്മുടെ അല്ല, കുരങ്ങന്മാരുടെ തൊട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ കുട്ടനാടൻ പുഞ്ചയിലൊക്കെ നമ്മളും അതിനനുസരിച്ച് ആടിപ്പോവുകയാണ്. ഈ ആദിമതം പിന്നീട് വ്യവസ്ഥാപിത മതങ്ങൾ വരുന്നതോടുകൂടി പതുക്കെ അതിൻ്റെ സ്വഭാവം മാറുന്നുണ്ട്. ഈ പാട്ടും നൃത്തവും ഉറയലും അടങ്ങുന്ന ആദിമ മതം സമൂഹത്തിൽ ഐക്യവും സമത്വവും നിലനിർത്താൻ സഹായിച്ചു. എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. ഉച്ചനീചങ്ങൾ കൃത്യമായി നിർവചിക്കപ്പെട്ട വിവിധ അടരുകളായി സമൂഹം വേർപിരിഞ്ഞതോടെ മതത്തിൻ്റെ സ്വഭാവം മാറുകയായി. സമൂഹത്തിലെ ഉച്ചനീചങ്ങളെ തകർക്കാൻ ത്രാണില്ല നൃത്തം
പലയിടത്തും നിരോധിക്കപ്പെട്ടു. അതുകൊണ്ടിപ്പോൾ ഒരു വ്യവസ്ഥാപിത മതങ്ങളിലൊന്നും നമ്മൾ അങ്ങനെ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള മതങ്ങളിലൊന്നും ഈ നൃത്തം അങ്ങനെ കാണില്ല. ഡാൻസ് ഇപ്പോൾ പേട്ടതുള്ളിലൊക്കെ ഒന്നും ചില ദിവസങ്ങളിലും ചില സന്ദർഭങ്ങളിലും മാത്രമേ അനുവദിക്കൂ. പൊതുവേ അതിൻ്റെ ഭാഗമല്ല. എല്ലാ മതാനുഭവങ്ങളുടെ നൃത്തവും പാട്ടൊന്നും അങ്ങനെ കാണില്ല. പാട്ടൊന്നും പാടില്ല എന്ന് പറഞ്ഞ മതങ്ങൾ തന്നെ ഉണ്ട്. പാട്ടും നൃത്തമൊക്കെ തെറ്റാണ് ചെയ്യരുതെന്ന് പറഞ്ഞ മതങ്ങൾ പോലുമുണ്ട്. ഇതിൽ പൗരോഹിത്യത്തിൻ്റെ താല്പര്യങ്ങളുണ്ട്. ഇതാണ് ഇതാണ് പറഞ്ഞത്, ഈ 16-ാം നൂറ്റാണ്ടിലാണ് അത്ര ആദ്യമായിട്ട് പള്ളികളിൽ പ്യൂസ് ഇരിക്കുന്നിടത്ത് ഇങ്ങനെ മരത്തിൻ്റെ കാണാം. ഇതിൻ്റെ ഉദ്ദേശം വാസ്തവത്തിൽ ആൾക്കാർക്ക് സ്വൈരമായി ഇരിക്കാനും കൈതാങ്ങാനൊന്നും അല്ല. ആദ്യം ആൾക്കാർ ഡാൻസ് ചെയ്തു പോകും. ഈ ഡാൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ മറകൾ ഉണ്ടാക്കിയെന്ന് പറയും. പഴയ പള്ളികളിലൊക്കെ ആദ്യം 16-ാം നൂറ്റാണ്ടിൽ ഇത് പഴയ പള്ളിയുടെ ചിത്രമാണ്. ഇടയിൽ ഇങ്ങനെ ഇടുകയാണ് നൃത്തം ഒഴിവാക്കാൻ വേണ്ടി. കാരണം ആൾക്കാർ ഡാൻസ് ചെയ്ത് പോകും ഈ മതാനുഭവത്തിൻ്റെ ഭാഗമായിട്ട്. വ്യവസ്ഥാപിത മതത്തിന് ഇത് ആവശ്യമില്ല. അങ്ങനെ സമൂഹം ഈ ഒരു ഘട്ടം കൂടി വന്നിട്ടുണ്ട്. ഈ വ്യവസ്ഥാപിത മതം ഈ തരത്തിലുള്ള ഉച്ചനീചത്വങ്ങളെ അംഗീകരിക്കുന്നതോടുകൂടി ഇതാവശ്യമായി. ഇത് ഇത്ര അങ്ങോട്ട് വേണ്ട ഉള്ള നിലക്ക് അതാണ് ഈ പ്യൂസ് വന്നതെന്ന് പറയുന്നത്. എങ്കിലും താളാത്മകമായ ചലനങ്ങൾ ബാക്കി നിന്നു. ഇസ്ലാമിലെ ഏകീകൃതമായ സംഘനമസ്കാരം ഒരു കൈൻഡ് ഓഫ് ഫ്ലോർ ഡാൻസ് എന്ന് പറയുന്നത്. എല്ലാവരും ഒന്നിച്ചിങ്ങനെ ഡാൻസ് ചെയ്യുന്ന പോലെ ഫ്ലോർ ഡാൻസ് പോലെയാണ്. ആ സ്വാധീനം, ആദ്യമതത്തിൻ്റെ സ്വാധീനം എത്ര തന്നെ ആധുനികമായ മതങ്ങളിൽ പോലും നമുക്ക് ഇന്നും കാണാം. പക്ഷേ ഈ പുതിയ മതങ്ങൾ പലപ്പോഴും ആദ്യമതത്തിലേക്ക് തിരിച്ചു പോവാം. ഇതിപ്പോൾ ഇസ്ലാം മതത്തിലെ 2 കാണിച്ചു തരാം. ഈ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ ആ സിംഹാസനത്തിലിരുന്ന് ഏതാണ്ട് മാന്യമായി ഇങ്ങനെ തലയാട്ടുന്നു. മറ്റുള്ളവരൊക്കെ അതിൻ്റെ ആ ആത്മഹർഷത്തിൽ സ്വയം വിസ്മൃതരായി തുള്ളിച്ചാടുകയും നൃത്തം ചെയ്യുന്ന നമ്മൾ കാണുന്നത് ഇരുന്നോടത്താണെങ്കിൽ പോലും. അപ്പോൾ ഇതൊക്കെ നിഷേധിക്കപ്പെട്ട മതങ്ങളിൽ പോലും ഈ ആദ്യമതത്തിലേക്കുള്ള തിരിച്ചുപോക്ക് പലതിക്കും നമുക്ക് കാണാവുന്നതാണ് ഇതുപോലുള്ള സെക്റ്റുകളിൽ. ഇത് കേരളത്തിൽ അതിപ്പോൾ എന്ത് പറ്റും, പല ഈ മതത്തിൻ്റെ പുതിയ മതത്തിൻ്റെ ആൾക്കാർ ഇതിനെ കളിയാക്കും. അത് ശരിയല്ല. ഡിസ്കോ ദിക്ർ എന്ന് പറഞ്ഞിട്ട് കളിയാക്കിക്കൊണ്ട് ഇത് കേരളത്തിൽ നടക്കുന്ന കേരളത്തിലെ ഒരു മതവിഭാഗം അവർ ചെയ്യുന്ന ഈ ആദിമത സ്വഭാവമുള്ള ഒരു ചടങ്ങിനെ വളരെ ഫണ്ടമെൻ്റലിസ്റ്റോ എന്നൊക്കെ പറയാവുന്ന ആൾക്കാർ കളിയാക്കുന്ന വീഡിയോയുടെ കഷ്ണമാണിത്. ഇത് കളിയായിക്കൊണ്ടാണ് ഇത് അവർ ഡിസ്കോ എന്ന് പറഞ്ഞിട്ട് കളിയാക്കുക. ഇത് പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞത് അടിസ്ഥാനപരമായിട്ട് ഇതിനോടുള്ള ആ ഒരു അട്രാക്ഷൻ എളുപ്പത്തിൽ വിട്ടുപോകില്ല. കാരണം ഇത് മതം നൽകുന്ന വലിയൊരു ആത്മവിസ്മൃതിയുടേതായ, വിമോചനത്തിൻ്റെതായ, സ്വാതന്ത്ര്യത്തിൻ്റെതായ ഒരു മണ്ഡലമുണ്ട്. അതിലേക്ക് പലപ്പോഴും മതങ്ങൾ എത്ര തന്നെ പിടിച്ചു നിർത്തിയാലും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് അവരുടെ ശക്തി സ്രോതസ് എന്നുള്ള ഒരു വലിയ അളവാണ്. ഇനി വേറൊരു എലമെൻറ്റ്, നമ്മൾ പല എലമെൻറ്റുകളും പറഞ്ഞു. രക്ഷിതാവിനോടുള്ള നമ്മുടെ ഒടുങ്ങാത്ത ആഗ്രഹം, കുട്ടികളോടുള്ള വാത്സല്യം, ഇങ്ങനെ പല എലമെൻറ്റുകളും നമ്മൾ പറഞ്ഞു. പ്രേമം, ഇതും ഒരു അടിസ്ഥാനപരമായിട്ടുള്ള, അതായത് റൊമാൻറ്റിക് ലവ്, ഒരു പാർട്ട്ണറോട് ഉണ്ടാകുന്നു നമ്മുടെ സ്നേഹം എന്നത്. അപ്പോൾ നമ്മൾ സ്നേഹിക്കുമ്പോൾ പ്രേമത്തിൽപ്പെട്ട ആൾക്കറിയാം ഈ പ്രേമിക്കപ്പെടുന്ന വ്യക്തിയാണ് ലോകത്തെ ഏറ്റവും നല്ല വ്യക്തി, അതിനപ്പുറം വേറൊന്നില്ലാന്ന് തോന്നുന്ന ഒരവസ്ഥ. ഇത് ഒരു യുക്തിരഹിതമായ ഒരവസ്ഥയാണ്. യുക്തി കൊണ്ടുള്ള ഒരു സംഗതിയല്ല, അയുക്തികമായ. അതും നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു അഡാപ്റ്റേഷനാണ്, നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു അനുകൂലനമാണ്. അതല്ലെങ്കിൽ എന്തു പറ്റും? അങ്ങനെ ഒരു സ്നേഹമുള്ളത് കൊണ്ടാണ് കുട്ടികളെ വളർത്തൽ എളുപ്പമല്ല. കുട്ടികളെ വളർത്തണമെങ്കിൽ നമ്മുടെ പശു പെറ്റിടുന്ന പോലെ പെറ്റിട്ട് എണീറ്റ് നടക്കുന്ന കുട്ടിയല്ല നമ്മുടെ കുട്ടി. അത് ഒരുപാട് കാലം അതിൻ്റെ കൂടെ നിന്ന് ഇതിനെ പോറ്റി വളർത്തേണ്ട ഒരു ആവശ്യം തന്നെയുണ്ട്. 2 വയസ്സ് വരെ മുല തന്നെ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഘട്ടത്തിൽ അച്ഛൻ്റെയും അമ്മയുടെയും കൂടി ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ ഈ വളരെ ദൈർഘ്യമേറിയ ഈ ബാല്യം എന്നൊന്ന് കടന്നു കിട്ടും. അപ്പോൾ ഈ 2 പാർട്ട്ണർമാരും പാർട്ട്ണർഷിപ്പിൽ നിൽക്കേണ്ട ഒരു ആവശ്യകത, ഇതൊക്കെ ഇൻവെർട്ടർ കോമേഴ്സ് ആവശ്യകത. ആരും ആവശ്യം മനസ്സുകൊണ്ട് കണ്ടില്ല. പ്രകൃതി നിർദ്ധാരണം വരുന്നത് അന്ധമാണ്, അതിന് ദൂരക്കാഴ്ചയില്ല. ഇതൊക്കെ ആവർത്തിച്ച് പറയുന്നത് ഇതൊന്നും ആരും ഉദ്ദേശിച്ച് ചെയ്യുന്നതല്ല ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ഇതനുസരിച്ചാണ് വികസിച്ച് വന്നിട്ടുള്ളത്. അതിനുവേണ്ടിയാണ് റൊമാൻറ്റിക് ലവ്, ഒരാളോട് മാത്രമുള്ള പ്രേമം, ആ പ്രേമത്തിന് വേണ്ടി കാത്തിരിക്കുക, അങ്ങനെയൊക്കെയുള്ള സംഗതികൾ. ഇറാഷണലായ, അതായത് അയുക്തികമായ ഈ റൊമാൻറ്റിക് പ്രേമം എന്നത് അയുക്തികമായ മതവും അയുക്തികമായ ഒരു സാധനമാണ്. ഇതിൽ എത്രത്തോളം ഉൾച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ ഒരു കവിതയിൽ കാണാം. അപ്പോൾ നമ്മൾ നിർത്തിയാണ്, കേളി മുഴങ്ങിയ
മർദ്ദന നർത്തന കേളികളാടി ഗോപാലൻ എന്നാണ് നമ്മൾ നിർത്തിയത്. നമ്മൾ രണ്ടാമതും കവിതയിലേക്ക് തിരിച്ചു പോകണം. അത്യാനന്ദലയത്തോടു ഫക്കീർ സിത്താർ നീട്ടിയിരിക്കുമ്പോൾ രാവിലൊരു നാൾ കാളിന്തി സഖി രാധിക തൻ വിധുരാലാപം മീനമൊഴിഞ്ഞു വീണ്ടും വീണ്ടും ദീനമനോഹര രാഗത്തിൽ. ജീവിതത്തിൽ പ്രേമം അനുഭവിക്കാൻ കഴിയാത്ത ഒരാളാണ് വേശ്യ. അപ്പോൾ അവരുടെ മനസ്സിൽ പ്രേമത്തിന് ഇതാണ് എക്സ്പ്രഷൻ. അവർക്കതൊരു അവരുടെ ഒരു വലിയൊരു എന്താ പറയുക ജീവാനുഭവമാണ്. അപ്പോൾ എന്നും ഈ രാധയുള്ളിൽ പ്രതിഷ്ഠിതയാകയാൽ തീരാത്ത തേടലാകുന്നു ജന്മം എന്ന് സോതകുമാരി പറയുന്നുണ്ട്. ഈ നാട്ടിലെ ഓരോ സ്ത്രീയും രാധികയാണല്ലോ എന്ന് പറയാം അവർ. അപ്പോൾ ഈ രാധികയെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു വേശ്യ, അവർക്കതൊരു മതത്തിൽ വേണം എക്സ്പ്രസ് ചെയ്യപ്പെടും. രാവിലൊരു നാൾ കാളിന്തി സഖി രാധിക തൻ വിധുരാലാപം. ആ അവരുടെ വിരഹത്തിൻ്റെ ഗാനം മീന പാടുകയാണ്. ഏതാണ് പാട്ട്? ഈ ചണ്ഡിദാസിൻ്റെ ഒരു കവിതയാണ്, വാസ്തവത്തിൽ ഒരു ഭജനാണ്. നാളെ വരാമെന്നു ചൊല്ലി മധുരക്കു നാളികലോചനൻ പോയല്ലോ, നാളെ എന്നെത്തും എൻ താരുണ്യക്കടൽ വേലിയിറക്കവുമായല്ലോ. നാളെ വരാമെന്നു ചൊല്ലി മധുരക്കു നാളികലോചനൻ പോയല്ലോ, നാളെ എന്നെത്തും എൻ താരുണ്യക്കടൽ വേലിയിറക്കവുമായല്ലോ. എമ്മട്ടു ഞാൻ തടഞ്ഞിടും തന്വികൾക്കേറ്റം പോലെ താരുണ്യം. വേലിയേറ്റം പോലെയാണ് അവരുടെ ജീവിതം. ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് അവരെന്നെ കാണുന്നുണ്ട്. അപ്പോൾ മീനക്ക് പറ്റിയ ഒരു ഗാനമാണ്. ആയതിറക്കം തുടങ്ങിയിടിൽ പോയതു താനെന്നേക്കും. അവനവൻ്റെ അസ്തിത്വ പ്രതിസന്ധികളാണ് ഈ ഗാനത്തിലൂടെ മതാനുഭവത്തിലൂടെ പ്രകടിപ്പിക്കപ്പെടുന്നത്. ജീവിച്ചിരിക്കുകിൽ ഞാൻ ഒരു നാളൻ ജീവിതനാഥനെ വീണ്ടേക്കാം, ആമിത് പക്ഷേ എന്തൊരു സത്വരഗാമിയാണെന്നോ താരുണ്യം. യൗവനമെന്നത് എത്ര പെട്ടെന്ന് പോകുന്ന ഒരു സാധനമാണ്. കാർവരി വണ്ടു പറന്നേ പോയൻ ജീവിത വല്ലരി പൂത്തപ്പോഴേക്കും വണ്ട് പറന്നുപോയി. നിഷ്ഫലം എൻ പരിഫുല്ലം യൗവനം എപ്പോഴുതെത്തും പ്രാണേശൻ. വേഗം പോക നീ തോഴി നാഥനെന്നാഗമിച്ചിടുമറിഞ്ഞാലും. നീ പോയി അന്വേഷിക്കൂ തോഴി. മാനസചോരനെ തേടിപ്പോവേൻ മാനം വെടിഞ്ഞു ഞാനല്ലെങ്കിൽ. ഞാൻ തന്നെ അന്വേഷിച്ചു പോകുന്നു. ആ വധുവിൻ്റെ അനശ്വരഗാനം താവും ഞങ്ങളുടെ ചുണ്ടുകളിൽ. ആതങ്കത്താൽ ആനന്ദത്താൽ അശ്രുകണങ്ങളടർന്നപ്പോൾ. നമ്മൾ നേരത്തെ പറഞ്ഞു മതാനുഭവം എന്നത് ഒറ്റൊരു അനുഭവമല്ല, അതിൽ ആതങ്കം എന്ന് വെച്ചാൽ ഭയം, സങ്കടം, ഇതൊക്കെയാണ് ആതങ്കം. ഇതെല്ലാ കെമിക്കലുകളും ഒന്നിച്ചാണ് വരുന്നത്. അപ്പോൾ ആ വധുവിൻ്റെ അനശ്വരഗാനം താവും ഞങ്ങളുടെ ചുണ്ടുകളിൽ. ആതങ്കത്താൽ ആനന്ദത്താൽ അശ്രുകണങ്ങളടർന്നപ്പോൾ. കരയുക, അത് ഭക്തിയുടെ ഒരു ഭക്തി ഉന്മാദത്തിൻ്റെ ഒരു ഭാഗമാണ് കരച്ചിൽ. കരഞ്ഞുകൊണ്ടൊക്കെയാണ്. ഭയങ്കര സന്തോഷമല്ലേ, സന്തോഷത്തിൽ കരച്ചിലുണ്ട്. ഇതൊക്കെ ഒന്നിച്ചാണല്ലോ വരുന്നത്. രാവും ഞങ്ങളും ആ മധുരിക്കും നോവു പൊറുക്കാനാവാതെ. മതാനുഭവം അത് മധുരിക്കുന്ന നോവാണെന്നാണ് പറയുന്നത്. അപ്പോൾ കരയുകയാണ്. പോവുകയായി മാനസചോരൻ മേവും ദൂരപുരം തേടി. അപ്പോൾ ഈ മതാനുഭവത്തിൽ കണ്ണുനീരണിയുക എന്നുള്ളത് ആ വധുവിൻ്റെ അനശ്വരഗാനം താവും ഞങ്ങളുടെ ചുണ്ടുകളിൽ. ആതങ്കത്താൽ ആനന്ദത്താൽ അശ്രുകണങ്ങളടർന്നപ്പോൾ. രാവും ഞങ്ങളുമാ മധുരിക്കും നോവു പൊറുക്കാനാവാതെ പോവുകയായി മാനസചോരൻ മേവും ദൂരപുരം തേടി. ഇതൊരു മതത്തിൻ്റെ മാത്രമല്ല, എല്ലാ മതങ്ങളിലും പലപ്പോഴും ഈ മതാനുഭവം എന്നത് അതിൽ ഉച്ചരിക്കപ്പെടുന്ന വാക്കുകളോ ഇതൊന്നുമല്ല ഈ മതാനുഭവം ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം.
ഇങ്ങനെ തണ്ടും തടിയുള്ള ആണുങ്ങൾക്ക് നിന്ന് കരയാൻ വേറൊരു അവസരം ഇവിടെയുള്ളത്. അവർ ദുഃഖിച്ച ഈ ഒരു അനുഭവം അതുല്യമാണ്. അതുപോലൊന്നും കൊടുക്കാനില്ല ഒരു സെക്കുലർ സൊസൈറ്റിക്കുള്ളതാണ്. പിറ്റേന്നെന്തോ ഞങ്ങളെ ജയിലിൻ പൂട്ടു തുറന്നു പുറത്താക്കി. ഇത് സമാനമായ അനുഭവങ്ങൾ മെയിൻ സ്ട്രീം മതത്തിൻ്റെ ഞാൻ പറഞ്ഞത്. മെയിൻ സ്ട്രീം മതത്തിൽ ഇതിപ്പോൾ ഒരു ഭജനാണ്, ത്രൂ ആൾക്കാർ പങ്കെടുക്കുന്നത്. നമ്മളെ കണ്ടു ആ ഒരു പള്ളിയിൽ നടന്ന വലിയൊരു ഇതതുപോലെ ഒരു ഭജനാണ്, വലിയ ഭജൻ. ആ അനുഭവം കാണാം നമുക്ക്. രണ്ട് വാക്കുകളാണ് എല്ലാം പറയുന്നുള്ളൂ. നമ്മളെ കാണുന്ന പോലെ 2-3 വാക്കുകളേ ഉണ്ടാവുള്ളൂ. എല്ലാവരും ആടുകയാണ്. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ, ഇതന്നെ ആവർത്തിക്കാം. കൈ കണ്ടില്ലേ? ആത്മവിസ്മൃതിയുടെ ചിത്രം കാണിക്കാൻ വേണ്ടി ഞാനത് എടുത്ത് കാണിച്ചത്. കൈ മുഴുവൻ ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ആടുകയാണ്. കൃഷ്ണ രക്ഷിക്കുന്ന അർത്ഥത്തിലാണ്. ഈ അതുല്യമായ അനുഭവത്തിന് പകരമില്ല പലപ്പോഴും. എങ്ങനെയാണ് അവരുടെ സ്വാതന്ത്ര്യം ജയിലുകൾക്കകത്ത് വരുന്നതെന്നുള്ളത്. അപ്പോൾ കവിതയുടെ അടുത്ത ഭാഗത്തേക്ക് പോകണം. പിറ്റേന്നെന്തോ ഞങ്ങളെ ജയിലിൻ പൂട്ടു തുറന്നു പുറത്താക്കി. ഇത് കഴിഞ്ഞ ശേഷം പുറത്താക്കി. കണ്ണീരോടെ യാത്ര പറഞ്ഞു കാരാകാരപാലകരും. കാരാകാരപാലകർ പോലും ഇവരെ സുഹൃത്തുക്കളായി. അതാണ് മതത്തിൻ്റെ കഴിവ്. നല്ലൊരു നീതിമാനാണേ സാക്ഷാൽ ദില്ലിയിൽ വാഴും ഷഹൻഷാ. തീനും വൈനും അവീനും കഴിച്ചഭിമാനം ചൂടിയിരിക്കുമ്പോൾ അത്തിരുമുൻപിൽ സമ്പത്തിൻ കൂത്താട്ടം കണ്ടു രസിക്കുമ്പോൾ ദുഃഖിത ലോകമുയർത്തും രോദന ദുർഗന്ധങ്ങൾ സഹിക്കാതെ അല്പരസപുരികത്താൽ അങ്ങോർ കൽപ്പനയൊന്നു കൊടുക്കുന്നു. അപ്പോൾ അകിഞ്ചനരങ്ങിങ് കാറ്റിൽ ചപ്പില പോലെ പറക്കുന്നു. ഇതാണ് അവരുടെ സ്ഥിതിയെക്കുറിച്ച് മൂപ്പര് മനസ്സിലാക്കുന്നത്. അതായത് ഈ സംസ്കൃതമായ ലോകത്തിൻ്റെ നേതാവായ അതിൻ്റെ ഭരണാധികാരിയായ രാജാവിനിരിക്കുമ്പോൾ ദുഃഖിത ലോകമുയർത്തും രോദന ദുർഗന്ധങ്ങൾ സഹിക്കാൻ പറ്റാതിരിക്കുമ്പോൾ ആൾക്കാരെ ജയിലിനകത്തേക്കാക്കുകയാണ്. ഇതന്നെയാണ് പലപ്പോഴും നമ്മുടെ സമകാലീനമായ ലോകത്തും നടക്കുന്നത്. വികസിതമായ രാജ്യങ്ങൾ, വികസിതമായ ഭരണകൂടങ്ങൾ ഈ ദുർഗന്ധങ്ങൾ സഹിക്കാതെയാണ് പലപ്പോഴും ഇതുപോലുള്ള മതിലുകൾ ഉയർത്തേണ്ടി വരുന്നത്. നമ്മൾ ആദ്യം തുടങ്ങിയത് അവിടെയാണ്. അപ്പോൾ പലപ്പോഴും ഈ ജയിലിൽപ്പെടുന്നവരുടെ തീരുമാനങ്ങൾ അനുസരിച്ചല്ല ഇതൊന്നും നടക്കുന്നത്. അവരെ പെടുകയാണ് ഇതിനകത്ത്. അപ്പോൾ അകിഞ്ചനരങ്ങിങ് കാറ്റിൽ ചപ്പില പോലെ പറക്കുന്നു. ജയിലിനകത്തെ കവണ്ണം താൻ ജയിലു തുറന്നു പുറത്തേക്കും. ഇവർക്കിതിലൊരു കർത്തൃത്വമില്ല. ഏജൻസി ഇല്ലാത്ത, സ്വാതന്ത്ര്യമില്ലാത്ത ജനതയ്ക്കിടയിൽ അവർക്കാണ്. അവരുടെ ഇടയിലും മതമുണ്ട്, മറ്റവരുടെ ഇടയിലുണ്ട്. അവരുടെ ഇടയിൽ മതം എങ്ങനെ അവർക്ക് ആശ്വാസം കൊടുക്കുന്നു, അതാണ് ഇതിൻ്റെ തീം. അപ്പോഴകിഞ്ചനരങ്ങിങ്. ഇപ്പോൾ നമ്മുടെ 21-ാം നൂറ്റാണ്ടിൽ ഇപ്പം നടക്കുന്ന അകിഞ്ചനരുടെ കാറ്റിൽ ചപ്പില പോലെ പറക്കുന്ന ദൃശ്യങ്ങളാണ്. എല്ലാ ദിവസവും ടി വിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അല്ല, എവിടെയും ഇതുപോലെ അകിഞ്ചനർ തുറന്ന ജയിലുകളിൽ നിന്ന് വേറെ തുറന്ന ജയിലുകളിലേക്ക് പോകേണ്ട അവസ്ഥയുണ്ട്.
ജയിലിനകത്തെ കവണ്ണം താൻ ജയിലു തുറന്നു പുറത്തേക്കും. അവർ മതത്തിലാണ് ആശ്വാസം തേടുന്നത്. അങ്ങനെ പട്ടണ വീഥിയിൽ വീണ്ടും ഞങ്ങൾ അലഞ്ഞു തിരിച്ചെത്തി. നീണാൾ ഞങ്ങൾ തുറുങ്കിൽ പോറ്റിയ നീലസ്വപ്നമുടഞ്ഞേ പോയി. തമ്മിലകന്നു ഞങ്ങൾ പരരുടെ കർമ്മമെനിക്കെന്തൊരാവൂ. ഇതൊന്നും യാഥാർത്ഥ്യത്തിനെ മാറ്റുന്നില്ല. താൽക്കാലികമായി പ്രേമപുളകിതമായ ഈ ലോകമൊക്കെ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാവുകയും തെരുവുകളിലേക്ക് തിരിച്ചു വരികയും അവർ താന്താങ്ങളുടേതായ ദുരിതപൂർണമായ ജീവിതങ്ങളിലേക്ക് ഓരോരുത്തരും ശബരിമലയിൽ നിന്ന് തിരിച്ചെത്തുന്ന പോലെ തിരിച്ചെത്തുകയും ചെയ്യും. ഗുസ്തിക്കാരനെ ആരോ വഴക്കിൽ കുത്തിക്കൊന്നെന്നു സംസാരം. തമ്മിലകന്നു ഞങ്ങൾ പരരുടെ കർമ്മമെനിക്കെന്തൊരാവൂ. അവിടെ വളരെ സൗകര്യത്തിൽ ഇഴുകി ഒരേ ഒറ്റമരത്തിൽ കുരങ്ങുകൾ പോലെ സൗകര്യത്തിൽ ഇരുന്ന ആൾക്കാർ തമ്മിലകന്നു. ഒരാൾ കുത്തിക്കൊല്ലപ്പെട്ടു, പക്ഷെ ഒന്നും നിവൃത്തിയില്ല. ലോകത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരികയാണ്. പണ്ടു കഴിഞ്ഞപ്പോൾ ഞാനൻ കൊറ്റിന് തെണ്ടിയും കട്ടും തേടുന്നു. ഹന്ത പഴകിയ ശീലം പോലൊരു ബന്ധനമുണ്ടോ ലോകത്തിൽ? പാപമെൻ കഷ്ടപ്പാടിനെപ്പറ്റി ഞാൻ പാടി കേൾക്കണമെന്നുണ്ടോ? അതൊന്നും പറയാൻ ഞങ്ങൾക്കൊരു താല്പര്യമില്ല. കാരണം അതൊന്നും ഭംഗിയുള്ള കാര്യങ്ങളല്ല. ഈ ലോകത്തെ കാര്യങ്ങളൊന്നും അയാൾക്കൊന്നും ഭംഗിയുള്ളതല്ല. ക്ഷുദ്രമായ ജീവിതം. അതിൽ ആശ്വാസം ശബരിമലക്ക് പോകുമ്പോൾ മാത്രമാണ്, സായിബാബ എടുത്ത് പോകുമ്പോൾ മാത്രമാണ്, ജയിലിൽ പോയി പാട്ട് പാടുമ്പോൾ മാത്രമാണ്. നീലനിലാവിൻ കൊച്ചുകിനാവൻ നീറിന ചേതന പുലുമ്പോൾ അക്കഥയൽപ്പം ചൊല്ലിപ്പോയി ഞാൻ ഉൾകൃപ കൊണ്ടു പൊറുത്താലും. ഈ കഥ ഞാൻ പറഞ്ഞു പോയിന്നുള്ളൂ. ഇനിയാണ് മതാവേശത്തിലേക്ക് നമ്മൾ വരുന്നത്. ഇതെങ്ങനെയാണ് ഈ അനുഭവം, മതാനുഭവം എന്നത് ഒരു ഒരു പാരമ്പര്യ സമൂഹത്തിൽ സ്വന്തമായി ചിന്തിക്കാൻ ധൈര്യപ്പെടാത്ത ഈ മതം എങ്ങനെയാണ് മതാവേശമാവുന്നത്, എങ്ങനെയാണത് മതാത്മകമായ രാഷ്ട്രീയമാവുന്നതിനുള്ള ചില ദർശനങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എൻ കഥ മാത്രവുമല്ലിത് ദുഃഖം തങ്കിടുമീ തായ്നാടില്ലേ. തായ്നാട് എന്നാണ് പറയുന്നത്. തായ്നാട്. എൻ കഥ മാത്രവുമല്ലിത് ദുഃഖം തങ്കിടുമീ തായ്നാടില്ലേ. ആക്രമണങ്ങളും പോരും പഞ്ഞവും തീക്കനൽ നെഞ്ചിലുതിർത്താലും ഉത്സംഗത്തിരിരി പൂതായ കുണ്ണിക്കണ്ണൻ കാർവർണ്ണൻ. ഇത് ഭാരതമാതയിലേക്ക് കൊണ്ടുവരിക. തായ്നാട് എന്ന സങ്കല്പം. ഈ തായ്നാട് എന്ന സങ്കല്പമാണ് ഇസ്രായേലിനെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ അവർ വരേണ്ടി വന്നത്. അവരുടെ ഈ ഇതുപോലുള്ള കഥകളിലൂടെ അവർ പുലർത്തിപ്പോന്ന സ്വത്വബോധമാണ് ലോകത്തെവിടെയും ചെതറിക്കടന്നിരുന്ന ഈ മനുഷ്യരൊക്കെ തിരിച്ചു വരികയും ഒരു സ്ഥലമുണ്ടാക്കുകയും ചെയ്തത്. ഒരു കഥയാണ്. കഥകൾ മറന്നു പോവാതിരിക്കുക എന്നുള്ളതാണ്. എല്ലാ കഥകളും ഇങ്ങനെ വായ്മൊഴിയായി പറഞ്ഞു കൊടുത്ത് വിശുദ്ധമാക്കപ്പെട്ട് അവരുടെ സ്വത്വബോധത്തിൻ്റെ ഭാഗമാക്കി വെക്കുകയാണ്. ഇത് വെറും കഥകളാണ്. എനിക്കൊരു ജീവിതമേ ഉള്ളൂ, ഞാനൊരു വ്യക്തിയാണ്, സെപ്പറയോടെ എന്നതല്ല ഒരു മതാത്മകമായ ഒരു പാരമ്പര്യാധിഷ്ഠിതമായ സമൂഹത്തിൻ്റെ ദർശനം. ഇതൊരു ഗോത്രമായാണ് ചിന്തിക്കുന്നത്. ഒരു ഗോത്രമായാണ്, ഒരു കൂട്ടമായാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ഗോത്രത്തിൻ്റെ കഥകൾ മറക്കാതിരിക്കുക, അവരുടെ വേരുകൾ മറക്കാതിരിക്കുക. അങ്ങനെയാണ് ഈ തായ്നാട് ഉണ്ടാകുന്നത്. ഈ തായ്നാടിന് വേണ്ടിയുള്ള സമരങ്ങളും ഇതൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഗാസയെക്കുറിച്ച് ഇപ്പോൾ പറയുമ്പോൾ അതുണ്ടായത് തന്നെ ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഇന്ന് ഈ മതിലുകൾ തീർക്കുന്നവർ അവനവൻ്റെ സത്വപ്രസന്ധികൾ, ഒരു ഗോത്രം അനുഭവിച്ച സത്വപ്രസന്ധിക്കുള്ള പരിഹാരമായി തായ്നാട് തേടിപ്പോയവരാണ്. ഇതിന് തുടക്കമൊക്കെ എവിടെയാണ് കിടക്കുന്നത്? ഈ രീതിയിലുള്ള മതാധിഷ്ഠിതമായ ചിന്തയിലാണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. മതാനുഭവത്താൽ നിർണീതമായ സ്വത്വബോധമാണ് ഈ തായ്നാട് എന്ന ബോധത്തിൻ്റെയും അതുണ്ടാക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയത്തിൻ്റെയും മതാത്മക രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ പിന്നിലുള്ള നമ്മൾ തിരിച്ചറിയേണ്ടത്. എൻ കഥ മാത്രവുമല്ലിത് ദുഃഖം തങ്കിടുമീ തായ്നാടില്ലേ. ആക്രമണങ്ങളും പോരും പഞ്ഞവും തീക്കനൽ നെഞ്ചിൽ ഉതിർത്താലും
ഉത്സംഗത്തിലിരിപ്പൂതായ കുണ്ണിക്കണ്ണൻ കാർവർണ്ണൻ. അതായത് ഇന്ത്യ എന്ന ഈ രാജ്യത്തിൻ്റെ ആദിരൂപം ഉണ്ണിക്കണ്ണൻ മാത്രമാവുകയാണ്. ഇത് ഒരു ഗ്രൂപ്പിൻ്റെ, ഹിന്ദുക്കൾ എന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ഗ്രൂപ്പിൻ്റെ തായ്നാടാവുകയും ഇത് നിങ്ങളുടേതല്ല, ഇവിടെ ചേരാത്ത ചില സാംസ്കാരിക ബിംബങ്ങളെ തള്ളുകയും അത് അക്രമങ്ങളുടെയും പോരിൻ്റെയും ബിംബങ്ങളായി വേർതിരിയുകയും ചെയ്യുന്നിടത്താണ് ഈ തായ്നാടെന്ന സങ്കല്പം വരുന്നത്. ഏത് തരത്തിലുള്ള ആൾക്കാർ അത് നമ്മൾ കണ്ടത്, ഈ മതാത്മകമായ മതാനുഭവത്താൽ നിർണീതമായ സത്വബോധമുള്ളവർ അവരുടെ രാജ്യത്തെയും മതാത്മകമായാണ് കാണുന്നതെന്ന് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇവിടെയാണ് ഏതൊരു വീട്ടിലും പിറക്കുന്ന മേഘശ്യാമളനുണ്ണി ഒരു രാഷ്ട്രീയ എക്സ്പ്രഷൻ ആവുന്നു. എൻ കഥ മാത്രവുമല്ലിത്, ദുഃഖം തങ്കിടുമീ തായ്നാടില്ലേ, ആക്രമണങ്ങളും പോരും പഞ്ഞവും തീക്കനൽ നെഞ്ചിൽ ഉതിർത്താലും. ഇതിനൊക്കെ നമുക്ക് തരുന്ന പരിഹാരം എന്താണ്? ദേശാഭിമാനം, മതാഭിമാനം ഒക്കെയാണ് ഈ പഞ്ഞത്തിനും പോരിനുമുള്ള പരിഹാരമായി നിർദ്ദേശിക്കപ്പെടുന്നത്. ഉത്സംഗത്തിലിരിപ്പു, മടിയിലിരിക്കുന്നു അമ്മക്ക് കാർവർണ്ണൻ. മായാബാലനു ചൂടാനായിഹ മയിലുകൾ പീലി വഹിക്കുന്നു. ഇവിടുത്തെ പ്രകൃതി അത് ഉണ്ണിക്കണ്ണനാണ്. മാറിൽ തൂവന മാലിക ചാർത്താൻ ഏറിയ കാടുകൾ പൂക്കുന്നു. ഓരോ കാടും വൃന്ദാവനമാകുന്നു, ഓരോ വീടും ഉണ്ണികൃഷ്ണൻ്റെ വീടാകുന്നു. അപ്പോൾ ഈ തരത്തിൽ മതാനുഭവത്താൽ നിർണീതമായ തത്വബോധം നമ്മുടെ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്നിടത്താണ് മതാനുഭവം മതാവേശമാവുന്നത്, മതാവേശം രാഷ്ട്രീയാവേശമാവുന്നത്. ചാവുകയും കൊല്ലുകയും ചെയ്യുന്ന മതാത്മക ദേശീയ ബോധം മതാനുഭവത്തിൽ നിന്നാണ് ഉറവെടുക്കുന്നത്. അവിടെയാണ് ഇതിനുവേണ്ടി തലവെട്ടി സമർപ്പിക്കുന്ന രക്തസാക്ഷികൾ. ഭഗത് സിംഗ് ആണ്, ഭഗത് സിംഗ് ചിത്രം. ഇതാണ് നമ്മുടെ ദേശീയ ബോധം. ഭഗത് സിംഗ് പിന്നെ സ്വയം അർപ്പിക്കുന്നു. നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് തോക്കും ബയണറ്റും ആയിട്ടാണ്. ഇതാണ് കാണുന്നത് നമ്മൾ. മനസ്സിലായ ആക്രമണാത്മകമായ ദേശീയ ബോധം എന്നത് ഈ മതാത്മകമായ അനുഭവത്തിൽ നിന്നാണ് വരുന്നത്. ഇതാണ് പുതിയ രാഷ്ട്രീയം, ഭാരതമാതയുടെയാണ് രാഷ്ട്രീയം. മതസ്വത്വബോധത്താൽ നിർണീതമായ ദേശീയ ബോധം ഈ ദേശസ്നേഹം എന്നതിനെ പരമത വിദ്വേഷമാക്കി തീർക്കുന്നത് എങ്ങനെയാണ്? കാരണം മായാബാലനെ ചൂടാനാണ് ഇവിടുത്തെ കാടുകൾ. ഇതൊക്കെ ഇവിടുത്തെ ഭൂമി ജന്മഭൂമിയാണ്, ഇവിടെ കൃഷ്ണജന്മഭൂമിയാണ്, രാമജന്മഭൂമിയാണ്. അവനവൻ്റെ സത്വം, അവനവൻ്റെ മതസ്വത്വം ഈ ദേശത്തിൽ ആരോപിക്കപ്പെടുകയാണ്. എൻ കഥ മാത്രവുമല്ലിത്, ദുഃഖം തങ്കിടും ഈ തായ്നാടില്ലേ എന്ന് സ്വന്തം മതബോധത്തിന് ദേശീയ ബോധമായി പരിവർത്തിക്കപ്പെടുന്നു. അപ്പം എന്താവുന്നു? ജാഗോ ഇന്ത്യ യൂത്ത്, ഹം സബ് ഭാരത് മേ, ഈ ഭാരതമാതാവിനെ എങ്ങനെ കാണണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നാണിത്. ഇങ്ങനെ കാണണമോ എന്നാണ് വൃക്കയിട്ട ഭാരതമാതാവിനെ. ഇതാണ് രാഷ്ട്രീയം. ഇത് ഈ ഭാഗത്ത് നിൽക്കുന്ന രാഷ്ട്രീയക്കാരായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഒവൈസി മുതൽ കേജ്രിവാൾ മുതൽ ഇവരൊക്കെ ഒരു ഭാഗത്തും, ഈ ഭാഗത്ത് വാജ്പേയി മുതൽ, ഇങ്ങനെ കൃത്യമായി മതാനുഭവത്തെ മതാവേശമായും രാഷ്ട്രീയാവേശമായും പരിവർത്തിക്കപ്പെടുന്നു. ഏതൊരു വീട്ടിലും ഇന്നൊരു മേഘശ്യാമളൻ ഉണ്ണി പിറക്കുന്നു എന്ന മതാനുഭവത്തെ തെരുവുകളിലെ രാഷ്ട്രീയ ശക്തിയാക്കി പരിവർത്തിപ്പിക്കാൻ പറ്റുന്നു. ഇതാണ് മതാവേശത്തിൻ്റെ. മായാബാലനു ചൂടാനായിഹ മയിലുകൾ പീലി വിരിക്കുന്നു, മാറിൽ തൂവന മാലിക ചാർത്താൻ ഏറിയ കാടുകൾ പൂക്കുന്നു, ഓമൽ ചുണ്ടിന് പൊൻകുഴലുതാൻ ഓടപ്പുല്ലുകൾ നീളുന്നു, കുഞ്ഞിനുടുക്കാൻ സന്ധ്യകൾ ആടകൾ മഞ്ഞൾ വിഴിഞ്ഞു വിരിക്കുന്നു, ഉള്ളിലും അംഗതലത്തിലും അങ്ങനെ ഉണ്ണിയിരുന്നു ചിരിക്കുമ്പോൾ. അതാണ് ഇവിടെ എല്ലാം ഈ ഭൂമി മുഴുവൻ കൃഷ്ണൻ്റെ ഭൂമിയും രാമൻ്റെ ഭൂമിയുമാകുമ്പോൾ രാമൻ്റെ പറ്റത്തിനല്ലാതെ റഹീമിൻ്റെ പറ്റത്തിന് ഇവിടെ സാധ്യതയില്ല. കാരണം പറ്റമായി മാത്രമാണ്
മതാനുഭവം, മതാത്മകത മനുഷ്യരെ കാണുന്നത്. അവിടെ വ്യക്തിയില്ല, അവിടെ സ്വന്തമായി ചിന്തിക്കുന്ന ആൾക്കാരില്ല. അവിടെയൊക്കെ കാലികളെ പോലെയുള്ള, ബാലകരെ പോലെയുള്ള ഗോത്ര മനുഷ്യർ മാത്രമാണ്. അവരൊക്കെ കൂട്ടമായാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ രാമൻ്റെ കൂട്ടവും റഹീമിൻ്റെ കൂട്ടവും. ഇത് രാമൻ്റെ ജന്മഭൂമിയാണ്, ഇവിടെ റഹീമിൻ്റെ ആൾക്കാർക്ക് എന്ത് കാര്യം എന്ന് പറയുന്നു. അത് റഹീമിൻ്റെ കൂട്ടമാണ്, ഇവിടെ രാമൻ്റെ ആൾക്കാർക്ക് എന്ത് കാര്യം എന്ന് മറ്റവരും പറയുന്ന രീതിയിൽ ഈ ഭൂമി വിഭജിക്കപ്പെടുന്നത് മതാനുഭവം, മതാവേശമായി മാറുമ്പോഴാണ്. അവിടെയാണ് തൊഗാഡിയ മനസ്സിതാണ്. മതാത്മകമായ മനസ്സുള്ളവരോടാണ് മതാത്മകമായ രാഷ്ട്രീയം സംവദിക്കുന്നത്. ഇത് തിരിച്ചറിയാത്തതാണ് നമ്മുടെ ഒരു പ്രശ്നം. നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? മതത്തിനൊന്നും വിമർശിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ അങ്ങനെ തുറന്നോട്ടെ, അതവിടെ ഇന്നസെൻ്റാണ്, അതൊന്നും നമ്മുടെ രാഷ്ട്രീയത്തിലൊരു പ്രശ്നമല്ല നമ്മൾ വിചാരിക്കുന്നത്. മതത്തിനെ വിമർശിക്കാൻ എല്ലാവർക്കും പേടിയാണ്. യഥാർത്ഥത്തിൽ വിമർശിക്കേണ്ടത് ഈ മതാത്മകമായ മനസ്സിൽ നിന്ന് ആൾക്കാരെ എങ്ങനെ രക്ഷപ്പെടുത്തുകയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മതാത്മകമായ മനസ്സിൽ നിന്ന് രക്ഷപ്പെടാത്തിടത്തോളം മതാത്മകമായ രാഷ്ട്രീയത്തിൽ നിന്ന് നമുക്ക് മുക്തിയില്ല. ഇത് നമ്മളെ പ്രസ്ഥാനങ്ങൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല. അവിടെ രാമജന്മഭൂമിയിൽ ക്ഷേത്രം ഉണ്ടായിരുന്നു, ഇനിയും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അവിടെ ജന്മഭൂമിയാണ്, കാരണം അവിടെ രാമൻ്റെതാണ്. ഈ രാമൻ, നമ്മൾ കൃഷ്ണൻ്റെ കഥ പറഞ്ഞ പോലെ രാമൻ്റെ കഥ, രാമൻ്റെ ജന്മഭൂമി. ഇപ്പോൾ കൃഷ്ണകഥ ഉള്ളിടത്ത് ഇപ്പോൾ ഈ ഇതുപോലുള്ള ഭൂമി തർക്കങ്ങൾ നടക്കുമ്പോൾ ഈ കൃഷ്ണ ജന്മഭൂമിയിൽ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അറിയാം. ഞാൻ ഒരിക്കൽ പോകാനിടയുണ്ട്. അവിടെ വല്ല യുദ്ധമേഖലയിലേക്ക് പോണ പോലെയാണ്. ബാഗും ഇതൊക്കെ മാറ്റി വെച്ച് ഓരോ ദിക്കിലും വളരെ മെറ്റൽ ഡിറ്റക്ടറൊക്കെ വെച്ചിട്ടാണ് ഈ അവിടെ ജന്മഭൂമിയിലേക്ക് ആൾക്കാരെ കടത്തി വിടുക. കാരണം തൊട്ടിപ്പുറത്തൊരു പള്ളിയാണ്. ഇതിൻ്റെ മതിലിൻ്റെ അടുത്ത് വരെ ചുരണ്ടി കൊണ്ടുപോയിട്ട് അവിടെയാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചിട്ടുള്ളത്. കാരണം തർക്കം നടക്കുകയാണ്. അപ്പോൾ അത് എത്രയോ തലമുറകളോളം നീളുന്ന തർക്കങ്ങളാണ്. ഈ തരത്തിലുള്ള സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? മതാനുഭവത്താൽ നിർമ്മിതമായ, മതസ്വത്വത്താൽ നിർമ്മിതമായ, മതാവേശത്താൽ പ്രേരിതമായ രാഷ്ട്രീയം നിലനിൽക്കുന്നുകൊണ്ടാണ്. മതാവേശത്തിൻ്റെ രാഷ്ട്രീയ ശക്തി നമ്മൾ കണ്ടു. ഇതാണ് ശ്രീകൃഷ്ണ ജയന്തി രാഷ്ട്രീയ പ്രകടനമാവുന്നത്. ഇതാണ് ഗണേശ ജയന്തി ഇനി വരാൻ പോകുന്നത്, ഇപ്പം തന്നെ വരാൻ പോകുന്നു. എല്ലാ ദിക്കിലും കാണാം. പാലക്കാടും ഈ ഏരിയയിലൊക്കെ ഗണേശ ഉത്സവത്തിൻ്റെ പുതിയ ഇറക്കുമതി സാധനങ്ങൾ വരികയാണ്. മതത്തോടെ സംഭരിക്കുന്നത്. രാഷ്ട്രീയവും മതവും എങ്ങനെയാണ് ഒത്തുപോകുന്നത് നമുക്ക് കാണാം. ഗണേശ ഉത്സവത്തിന് നിമജ്ജനം, അതിൽ രാഷ്ട്രീയവും മതവും ഒന്നിച്ചാണ് പോകുന്നത്. ഇതേ ചിത്രം ഈ മൂന്നാൾക്കാരും ഒത്തു നിൽക്കുന്ന ചിത്രം കൂടി എൻ്റെ കൂടെ വെച്ചിട്ടാണ്. ഇത് ഈ ആൾക്കാർ മാത്രമല്ല, നമ്മുടെ DYFIക്കാരും ഉപയോഗിക്കുന്നത്. കണ്ടില്ലേ? DYFIയുടെ പോസ്റ്റർ എന്നുള്ള സാധനമാണ് ഇവിടെ ഗണേശോത്സവത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ എല്ലാ രാഷ്ട്രീയക്കാരും ഇതിൻ്റെ അപകടം തിരിച്ചറിയുന്നില്ല. ഈ ഓരോ കുട്ടിയെയും ഇങ്ങനെ രാമിൻ്റെ പറ്റം, റഹീമിൻ്റെ പറ്റം, ഈശോവിൻ്റെ പറ്റം എന്നിങ്ങനെ മാർക്ക് ചെയ്യുന്നതിൻ്റെ പ്രശ്നം മനസ്സിലാക്കുന്നതേയില്ല. ഇതിപ്പം നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ പത്രത്തിൽ ഗഡ്കരി പറഞ്ഞിട്ടാണ് രാമസേതു വിൽ നോട്ട് ബി ബ്രോക്കൺ. അവിടെ ശ്രീലങ്കക്കും ഇന്ത്യക്കും ഇടയിലുള്ള ഒരു നാച്ചുറലായ ഒരു സ്ട്രക്ചറാണ് ഈ ആഡംസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ സാധനം. അത് ആരും ഉണ്ടാക്കിയതല്ല എന്നുള്ളത് ശാസ്ത്രം വ്യക്തമായൊരു കാര്യമാണ്. എന്നാൽ അതിന് രാമസേതു എന്ന് വിളിക്കുകയും അതിനെ തൊട്ടുള്ള ഒരു പരിപാടിയും പറ്റില്ല. ഈ മതാവേശത്തിൻ്റെ കാര്യം ഇപ്പോൾ നമ്മൾ ഈ കണ്ട തൊഗാഡിയെ പോലെയുള്ള മതാവേശം ഇസ്ലാമുകളുടെ ഭാഗത്തും കാണാം, ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്തും കാണാം. അവർക്ക് പലപ്പോഴും അവരുടെ ഇടയിൽ തന്നെയാണ്. ഒരു മൈനോറിറ്റി ആകുമ്പോൾ ഈ തരത്തിലുള്ള ഗോത്രീയ ബോധങ്ങൾ തിരിച്ചോ അവനവൻ്റെ ഗോത്രത്തിൽ തന്നെ ഉണ്ടാകും. കാരണം ഇവരുടെ പെരുമാറ്റം മുഴുവൻ ഈ ഗോത്രീയമായ രീതിയിലാണ്. ഇത് മദ്രാസിലാണ്. ഞാൻ മുഴുവൻ കാണിക്കുന്നില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലരും വീഡിയോ. മദ്രാസിലെ ഒരു കടയുടെ മുന്നേ പോയിട്ട് നടത്തുന്ന കൊലവിളിയാണ്. അപ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ്. ഒരു സിദ്ധാന്തത്തിന് വേണ്ടി നമ്മൾ പോരാടുന്ന വിഷയമായതുകൊണ്ട് വെട്ടിക്കൊല്ലാൻ പോലും നമ്മൾ മടിക്കില്ല. അപ്പോൾ ജനക്കൂട്ടം അല്ലാഹു അക്ബർ എന്നാണ് അതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇട്ടാണ്. അപ്പോൾ ഇത് എന്താണ് വിഷയം? മതപരമായ അവരുടെ അടുത്തുള്ള വിഷയമാണ്. രണ്ട് മുസ്ലിം സെക്റ്റുകൾ തമ്മിലുള്ള ഒരു പ്രശ്നത്തിലാണ്. ഒരാളുടെ വിശ്വാസത്തിൽ എന്തോ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അവനെ വെട്ടിക്കൊല്ലാൻ വേണ്ടിയിട്ട് അയാളുടെ കടയുടെ മുന്നേ പോയിട്ട് അവനെ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം, വെട്ടിക്കൊല്ലും ഒക്കെയാണ് ബഹളം. അപ്പോൾ ഈ രീതിയിലുള്ള എന്തുകൊണ്ടാണ് വരുന്നത്? സ്വന്തമായി ചിന്തിക്കാൻ ധൈര്യപ്പെടുന്ന മതവിമുക്തമായ വേറൊരു ചിന്ത ഉണ്ടാവുന്നില്ല. മതാനുഭവം എന്ന അതുല്യമായ അനുഭവത്തിൽ നിന്ന് ഉത്ഭൂതമാവുന്ന മതാവേശത്താൽ നിർണീതമായ പ്രവൃത്തികളാണ് ഈ ഗോത്രീയ മനുഷ്യർ ചെയ്യുന്നുള്ളതുകൊണ്ടാണ്.
ഞാൻ അവസാനിപ്പിക്കുകയാണ്. വൈരവപ്പിള്ളിയുടെ കൃഷ്ണാഷ്ടമിയിലൂടെ മതാനുഭവത്തിൻ്റെയും മതാവേശത്തിൻ്റെയും ഇഴപിരിഞ്ഞ ചില ദൃശ്യങ്ങൾ കാണിക്കുകയാണ് നമ്മൾ ചെയ്തത്. ഇത് തിരിച്ചറിയുക എന്നതാണ് നമ്മുടെ പരിഹാരത്തിൻ്റെ ആദ്യപടി എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം.